സ്നേഹനന്ദങ്ങൾ പ്രിയമുള്ളവരെ, വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മളോടൊപ്പം ഒരു കർത്താരദാസൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. തൻ്റെ അനുഭവങ്ങൾ നമ്മൾക്ക് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായ സ്തോത്രം. തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്നു. ഞങ്ങളുടെ കുറവശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നു. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ ശ്രേഷ്ഠദാസനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീയ ബലത്തിന് കാരണമായി തീരുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. സഹായിച്ചാട്ടപ്പ, വൻകൃപകളെ പകർന്നാട്ടപ്പ. പ്രാർത്ഥന കേട്ടിരിക്കൽ സ്തോത്രം. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ വിറ്റ്നസിൻ്റെ ടെസ്റ്റിമണികളെ പോലെ ഇന്നും ധാരാളം മിഷണറി എക്സ്പീരിയൻസസ് ഉള്ള ഒരു കർത്താവിൻ്റെ ദാസനാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു വലിയ ലെഗസി അദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ട്. പെന്തക്കോസ്തിൻ്റെ ആദ്യകാല അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു കുടുംബം. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അതുകൊണ്ട് ഇന്ന് കേൾക്കാനുണ്ട്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഉമ്മൻ ജോർജ് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമായിട്ടിരിക്കുന്നേ? സന്തോഷമായിട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ ഒത്തിരി സന്തോഷമുള്ളവനാണ്. എനിക്ക് ആഗ്രഹം പാസ്റ്ററും അമ്മച്ചിയും ഒന്നിച്ചൊന്ന് വരികയായിരുന്നെങ്കിൽ. അമ്മച്ചിക്ക് ഇപ്പം 90-ലധികം വയസ്സുണ്ട് അല്ലേ? 96 വയസ്സുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അമ്മച്ചിക്ക് ഇപ്പോൾ കേൾവിയുടെ ഇതൊക്കെ പ്രശ്നം ഉള്ളത് കൊണ്ട് പിന്നെ നമ്മൾ ആ ഒരു ആഗ്രഹത്തെ ഒന്ന് മാറ്റി വെക്കുകയാണ് ചെയ്തത്. അതെ. പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, പാസ്റ്റർ TG ഉമ്മച്ചൻ എന്ന് പറയുന്ന പെന്തക്കോസ്തിലെ ആ വലിയ മനുഷ്യൻ, അത് എല്ലാ തരത്തിലും കേരള പെന്തക്കോസ്ത് ചരിത്രത്തിൽ എഴുതിയിരുന്നത് പെന്തക്കോസ്തിലെ ആദികായൻ എന്നാണ്. അതെ, കൊച്ചുമകനാണ് അല്ലയോ? അതെ, കൊച്ചുമകൻ, മകളുടെ മകൻ. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ കുറേ അനുഭവങ്ങൾ നമുക്ക് കേൾക്കാനുണ്ടല്ലോ. പക്ഷേ പിന്നെ നമ്മൾ ഈ ടെസ്റ്റിമണി സെഷൻ കൊണ്ടുവരാൻ ഒത്തിരി ബുദ്ധിമുട്ടി. എനിക്ക് തോന്നുന്നു എത്ര പ്രാവശ്യം നമ്മൾ ഡേറ്റ് അറേഞ്ച് ചെയ്തിട്ട് മാറ്റി വെക്കേണ്ടി വന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ ഒരു പ്രാവശ്യം നമ്മൾ പാസ്റ്ററുമായിട്ടൊരു ഡേറ്റൊക്കെ പറഞ്ഞു വെച്ച് ശേഷം ഞാൻ പാസ്റ്ററെ വിളിക്കുമ്പോഴാണ് പാസ്റ്റർ എനിക്കൊരു ഫോട്ടോ ഇട്ട് തരുന്നത്. വലിയൊരു ആക്സിഡന്റ് കഴിഞ്ഞല്ലയോ? എല്ലാം റിക്കവറായി. ഞാൻ ICU കിടക്കുകയായിരുന്നു. നമുക്ക് ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്ത് അതിനുശേഷം പിന്നീട് ഒത്തിരി തടസ്സങ്ങൾ, 2-3 ഡേറ്റ് അറേഞ്ച് ചെയ്ത് എല്ലാ പ്രാവശ്യവും എങ്ങനെങ്കിലുമൊക്കെ അത് മാറിപ്പോകുന്നു, തടസ്സങ്ങളുണ്ടാകുന്നു. കൃപയാൽ കർത്താവ് ഇന്ന് നമുക്ക് ഒന്നിച്ചിരിക്കാൻ ഒരു സാഹചര്യം ഒരുക്കി. ഇതിന് നന്ദി പറയുകയാണ്. ഇന്നും വലിയൊരു തടസ്സം ഉണ്ടായിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ എന്റെ കാലിന് അതികഠിന വേദന ഞാൻ ഭാരപ്പെടുകയായിരുന്നു. ഇന്നത്തെ പ്രോഗ്രാം ദൈവമേ അത് ക്യാൻസൽ ചെയ്യാൻ ഇടയാകരുത് എന്നായിരുന്നു എന്റെ പ്രാർത്ഥന. പക്ഷേ നേരം വെളുത്തപ്പോൾ ദൈവം അത്ഭുതമായിട്ട് എന്നെ വിടിയിച്ചു. പക്ഷേ കാല് റിക്കവർ ആയോ പാസ്റ്ററെ? ആക്സിഡന്റ് ഓൾമോസ്റ്റ് റിക്കവർ ആയി, കുഴപ്പമില്ല. കാലിന്റെ വേദന അതുമായിട്ട് റിലേറ്റഡ് ആയിരുന്നോ? അല്ല, ഇത് മുട്ടിന്റെ പ്രശ്നം. ഓ, ഞാൻ പ്രേക്ഷകരെ എനിക്ക് ആ വീഡിയോയോ ആ ഒരു ചിത്രമോ കാണിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഗ്രാഫിക്കലായുള്ളൊരു ചിത്രമാണ്. പാസ്റ്ററുടെ ആക്സിഡന്റ് നിമിത്തം കാലിൻ്റെ കുഴയിൽ നിന്ന് അസ്ഥി വെളിയിൽ വന്ന് അല്ലേ? ഓ, എന്തൊരു പാസ്റ്റർ എനിക്ക് ആ ചിത്രം വിട്ടു വന്ന് എന്തൊരു ഭീകരമായ ഒരു ചിത്രമായിരുന്നു. കണ്ട് നമ്മുടെ അത്രയും ഗ്രാഫിക്കലായിട്ടുള്ളൊരു ചിത്രം നമുക്ക് ആരെയും കാണിക്കാൻ പറ്റത്തില്ല. എന്നാൽ ആ ഓപ്പറേഷന് ശേഷമുള്ള എനിക്ക് തോന്നുന്നു ഒരു ചിത്രം കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. വലിയ സർജറി. അത് തന്നെ ഒരു അത്ഭുതം അല്ലേ പാസ്റ്ററെ? ആ കാല് ജോയിന്റ് ആയി. തീർച്ചയായും ഡോക്ടർക്ക് പോലും അത് വളരെ അത്ഭുതമായിട്ട് പറയും. ഡോക്ടർ ഓരോ പ്രാവശ്യം എന്നെ കാണുമ്പോഴും ചോദിക്കുന്ന, ഉമ്മൻ നിങ്ങൾ എന്താണ് ചെയ്തതെന്നാണ്. അതായത് ആക്സിഡന്റ് കഴിഞ്ഞ് വളരെ വൈകാതെ കാർ ഓടിക്കത്തക്കവണ്ണം കാലുകളെ ദൈവം സൗഖ്യമാക്കി. അതെ പാസ്റ്ററെ, 6 മാസം ആവാതെ ഈ കാല് നിലത്ത് കുത്താൻ പറ്റത്തില്ലെന്ന ഡോക്ടർ ഉൾപ്പെടെ വിശേഷ ലൈവായി കണ്ടവരും പറഞ്ഞിരുന്നത്. എങ്കിലും 1.5 മാസം ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു കാല് നിലത്ത് കുത്തിക്കോളാൻ. 2 മാസമായപ്പോൾ ഞാൻ വാഹനം ഓടിക്കാൻ തുടങ്ങി, 4 വീലർ. എന്നാൽ 2 വീലർ മറ്റുള്ളവര് അത് വിലക്കിയത് കൊണ്ട്, നമ്മളെ സ്നേഹിക്കുന്നവർ അവരുടെ ഉപദേശം മാനിച്ച് ഞാൻ ആ സമയങ്ങളിൽ എടുത്തില്ല. എങ്കിലും 3 മാസം കഴിയുമ്പോൾ 2 വീലർ ഓടിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയമുള്ള ദൈവമക്കളെ, നിങ്ങൾ ആ ഒരു അനുഭവം കണ്ടെങ്കിൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. പാസ്റ്ററെ കുഴയിൽ നിന്ന് കാല് ഒടിഞ്ഞു മാറിയിട്ട് ആ അസ്ഥി പൂർണ്ണമായിട്ടും ദശയുടെ അകത്തുനിന്ന് വെളി വന്ന് വലിയ മുറിവും
രണ്ടായിട്ട് വേർപെട്ട് പോയതിന് തുല്യമായിട്ടൊരവസ്ഥയായിരുന്നു. അതിൽ നിന്ന് 3 മാസത്തിനകം സ്കൂട്ടർ ഓടിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കത് കേട്ടപ്പം വലിയ അത്ഭുതം തോന്നി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വേഗത്തിലൊരു റിക്കവറി തന്നല്ലോ. അപ്പൊ ഇതിനിടയില് ഈ പാസ്റ്റർ പറഞ്ഞെന്നുള്ളത് ഞാൻ എന്നോട് ചേർന്ന് പറഞ്ഞുകൊള്ളട്ടെ. ബ്ലഡ് വളരെയധികം നഷ്ടപ്പെടുകയായി തീർന്നു. ആക്സിഡന്റ് നടന്ന സ്പോട്ടിൽ റോഡിൽ കിടന്നപ്പോഴും അതിനുശേഷവും ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെയും വളരെ അധികം ബ്ലഡ് പോകാനിടയായി തീർന്നു. എന്നാൽ ഇങ്ങനെ ആയിട്ട് പോലും 2 ഓപ്പറേഷൻ നടത്തിയപ്പോഴും ഒരു തുള്ളി ബ്ലഡ് വെളിയിൽ നിന്ന് സ്വീകരിക്കേണ്ടി വന്നില്ല. അവിടെയും ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. പിന്നെ ആക്സിഡന്റിനെ പറ്റി 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. തുറന്നുള്ള സമയം. അതെ അതെ പാസ്റ്റർ, പിന്നത്തെ ഇതിൽ അത് പറയും. പാസ്റ്ററെ, നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് ഞാൻ തന്നെ പറഞ്ഞു. കർത്താവിൽ ശ്രേഷ്ഠനാകുന്ന പാസ്റ്റർ ടി ജി ഉമ്മച്ചൻ്റെ കൊച്ചുമകനാണെന്ന് പറഞ്ഞു. എന്നാൽ കുറച്ച് കാര്യങ്ങൾ, പാസ്റ്റർ ഇപ്പോൾ പത്തനാപുരത്ത് താമസിക്കുന്നല്ലേ? അതെ. നോർത്ത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം 3 വർഷത്തിന് മുൻപ് വരെയും ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലായിരുന്നു, വിവിധ സ്റ്റേറ്റുകൾ. എത്ര വർഷം ഉണ്ടായിരുന്നു നോർത്തിൽ കർത്താവിന്റെ വേലയില്? കർത്താവിന്റെ വേലയിൽ ഏകദേശം 30 വർഷം. 30 വർഷം നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ നോർത്ത് ഇന്ത്യൻ അനുഭവങ്ങൾ കേൾക്കണം. അപ്പച്ചൻ്റെ അതുപോലെ തന്നെ പാസ്റ്ററുടെ മാതാവിൻ്റെ അനുഭവങ്ങൾ ഒക്കെ ഞങ്ങൾക്ക് കേൾക്കണം. അതുകൊണ്ട് ദീർഘമായൊരു സെഷൻ ആയിരിക്കും എന്നറിയാം. അതുകൊണ്ട് ഞാൻ ഇനി അധികം ചോദ്യങ്ങൾ ചോദിച്ച് സമയം നഷ്ടപ്പെടുത്താതെ പാസ്റ്റർക്ക് സമയം തരികയാണ്. പാസ്റ്റർക്ക് അനുഭവങ്ങളെല്ലാം പറയാം. അപ്പച്ചനും അമ്മയും പാസ്റ്റർ ചെറിയ പ്രായം മുതൽ മിഷണറി അനുഭവങ്ങൾ ഇതെല്ലാം കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. പാസ്റ്റർക്ക് പറയാം കേട്ടോ. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഞാൻ ഇനി ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ. തീർച്ചയായും. ദൈവത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. വിശേഷാൽ ഈ ആസാദി ടിവിയുടെ പ്രവർത്തനങ്ങളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും കേൾവിക്കാര് ആയിരിക്കുന്ന എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടും എൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കട്ടെ. എൻ്റെ പിതാവിന്റെ വീട് അടൂർ മണക്കാല. മണക്കാലയിലെ IPCയുടെ ആദ്യകാല പ്രവർത്തകരിൽ മുഖ്യസ്ഥാനം വഹിച്ച ഒരു വ്യക്തിയായിരുന്നു എൻ്റെ വല്യപ്പച്ചൻ, അതായത് പിതാവിന്റെ ഫാദർ. അതിനുശേഷം എൻ്റെ മാതാവിന്റെ പിതാവ് മുൻപ് നമ്മൾ കേട്ടതുപോലെ IPCയുടെ തുടക്കക്കാരിൽ ഒരാളായിരുന്ന, നിങ്ങളേവരും അറിയപ്പെടുന്ന പാസ്റ്റർ ടി ജി ഉമ്മൻ അല്ലെങ്കിൽ പൂവമ്മല ഉമ്മച്ചൻ എന്നറിയപ്പെടും. അദ്ദേഹത്തിന്റെ മകളാണ് എൻ്റെ മാതാവ്. അതിനുള്ള ബന്ധത്തിൽ ആ പിതാവ് ഞങ്ങളെ അടൂരിൽ നിന്നും പത്തനാപുരത്തേക്ക് പറിച്ചു നടുവാൻ കാരണക്കാരനായി തീർന്നു. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ പത്തനാപുരംകാരായിട്ട് അറിയപ്പെടുന്നു. ഇനി എൻ്റെ ജനന സമയത്തേക്ക് ഒരു അല്പം കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ജന്മനാൽ ഞാൻ സംസാരിക്കാത്തവനായിരുന്നു. ഏകദേശം 5 വയസ്സ് വരെ ഞാൻ സംസാരിക്കില്ലായിരുന്നു. അപ്പൊ എൻ്റെ മാതാപിതാക്കൾ ധരിച്ചു ഇനി ഞാൻ സംസാരിക്കില്ല, ഞാൻ പൊട്ടനായിരുന്നു എന്നുള്ള ധാരണയിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ഇതൊക്കെ അവർ പറഞ്ഞുള്ള അറിവാണ് എനിക്ക്. അതിനുശേഷം 5 വയസ്സ് കഴിഞ്ഞ് പയ്യെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ശുദ്ധ കൊത്തയായിരുന്നു. ദൈവമേ, സംസാരിക്കാൻ തുടങ്ങി ഞാൻ കൊത്തയുമായി ആണോ, ഇതിലൊന്നല്ല സംസാരിക്കാതിരിക്കുന്നതായിരുന്നു എന്ന് അവർ പറയാനിടയായി തീർന്നു. എന്നാൽ ആ സ്ഥാനത്ത് നിന്ന് ഇന്ന് ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾ 7 മക്കളുണ്ട്. 7 മക്കൾ കൂടുതൽ സംസാരിക്കുന്നത് ഞാനാണെന്ന് മറ്റുള്ളവർ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറയാനിടയായി തീർന്നു, നിങ്ങൾ ജനിച്ചപ്പോൾ മുതലേ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ 5 വയസ്സായപ്പോഴേ സംസാരിക്കാൻ തുടങ്ങിയതേ. ഒരു മനുഷ്യന്റെ ആയുസ്സിന് എത്ര സംസാരിക്കും ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്, അതെനിക്ക് സംസാരിച്ച് തീർക്കണ്ടേ. ആയതുകൊണ്ടാണ് എങ്ങനെയെന്ന് ഒരു തമാശ രൂപത്തിൽ പറഞ്ഞ് അവരെയൊക്കെ സമാനിപ്പിക്കുകയിടയായി തീർന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ സംസാരിക്കാൻ സാധിക്കില്ല എന്ന് ധരിച്ചിരുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ വചനവുമായിട്ട് അനേക സ്ഥാനങ്ങളിൽ ദൈവത്തെ പറ്റി പറയുവാനും എൻ്റെ യേശുവിനെ ഉയർത്തുവാനും ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ കാലം മുതലുള്ള കാര്യങ്ങൾ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു വരുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുശേഷം എൻ്റെ 17ാമത്തെ വയസ്സിൽ ഞാൻ പറഞ്ഞല്ലോ, പെന്തക്കോസ്ത് മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെട്ടു. അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ എൻ്റെ 17ാമത്തെ വയസ്സിൽ മംഗലാപുരത്ത് വെച്ചാണ് എൻ്റെ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിപ്പിടയായി തീർന്നത്. അവിടെ ഏജിയുടെ ഒരു പ്രവർത്തനം എൻ്റെ ജ്യേഷ്ഠൻ നടത്തുന്നുണ്ട്. അതിൽ സംബന്ധിക്കുമ്പോൾ, ഞായറാഴ്ച ആരാധനയ്ക്ക് സംബന്ധിക്കുമ്പോൾ, യെശയ്യാവിന്റെ പുസ്തകം 45-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യം എടുത്ത് വായിക്കാൻ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഒരു പ്രചോദനമുണ്ടായി. ഞാനതെടുത്ത് വായിച്ചു. നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കും ഞാൻ യഹോവ, ഞാൻ അല്ലാതെ മറ്റൊരു ദൈവവും ഇല്ല.
എന്നുള്ള ആ ഭാഗം വായിക്കുകയും ഞാൻ അറിയാതെ ഞാൻ എങ്ങനെയോ ചാടി എഴുന്നേറ്റ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ കർത്താവിനെ എന്റെ രക്ഷകനായിട്ട് സ്വീകരിപ്പിനിടയായി തീർന്നു. അതിനടുത്ത ആഴ്ചയിൽ പരസ്യമായിട്ട് ജനത്തിൽ സാക്ഷിച്ച അനന്തരം എന്റെ വിദ്യാഭ്യാസമുള്ള ബന്ധത്തിൽ എന്റെ ഓർമ്മ ശരിയെങ്കിൽ 1978-79 കാലയളവിൽ ജയ്പൂരിൽ എന്റെ ഉപരിപഠനത്തോടുള്ള ബന്ധത്തിൽ കടന്നുപോയി. എന്നാൽ അവിടെ പഠനം സാധിച്ചില്ല. മടങ്ങി കേരളത്തിൽ വന്ന് ടെക്നിക്കൽ സൈഡിൽ ചില വർഷങ്ങൾ വിദ്യാഭ്യാസം ചെയ്ത അനന്തരം എന്റെ ട്രേഡ് ഇലക്ട്രോണിക്സ് ആയിരുന്നു. അങ്ങനെ കേരളത്തിൽ ഒരു ഇലക്ട്രോണിക് ഷോപ്പ് ഓപ്പൺ ചെയ്യുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ ബ്രദർ വിദേശത്ത് നിന്ന് കടന്നു വന്നിട്ട് പറഞ്ഞു, നിനക്കും കൂടി ഞാനൊരു വിസ പറഞ്ഞിട്ടുണ്ട്, അറബി അടുത്ത മാസം വരും, നീ ഇതെല്ലാം കളഞ്ഞിട്ട് പെട്ടെന്ന് ബോംബെയിൽ വരാൻ പറഞ്ഞു. അങ്ങനെ 1983 ജൂൺ മാസം ബോംബെയിൽ എത്തിച്ചൊരിടയായി തീർന്നു. എന്നാൽ നിർഭാഗ്യവശാൽ അറബി കടന്നു വന്നപ്പോൾ എനിക്ക് വിസ കൊണ്ടുവരാതെ എന്റെ ബ്രദറിന് മാത്രമുള്ള വിഷയം ആയിട്ട് അദ്ദേഹം വരികയും അങ്ങനെ താൻ കടന്നു പോവുകയും ചെയ്തു. അതിനുശേഷം ചില വർഷങ്ങൾ ബോംബെയിൽ ജോലി ചെയ്തും ജോലി ഇല്ലാതെയും മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുന്നുള്ളവിൽ 1985 ചില ദിവസങ്ങൾ ജോലി ഇല്ലാതെ ഭാരപ്പെട്ട് ഞങ്ങൾ 2-3 പേർ ഒന്നിച്ച് ഒരു റൂമിൽ താമസിക്കുന്നു. ആർക്കും ജോലിയില്ല, ആഹാരം കഴിക്കാൻ നിവർത്തിയില്ല, ഒരു ചായ ഇട്ട് കുടിക്കാൻ നിവർത്തിയില്ല. അങ്ങനെയുള്ള അവസരത്തിൽ ആരോ പറഞ്ഞറിഞ്ഞു, ഈ സ്റ്റൗവിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഉള്ള മണ്ണെണ്ണ മുകളിൽ പൊങ്ങി വരും, അത് കത്തിച്ച് നമുക്ക് അല്പസമയം ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ ഒരു പരീക്ഷണം നടത്തി. അപ്പോൾ തന്നെ പാലില്ല, പഞ്ചസാരയില്ല, അല്പം തേയില മാത്രമുണ്ട്. അത് ഉപയോഗിച്ച് ഈ മണ്ണെണ്ണ ഒഴിച്ച് പമ്പ് ചെയ്യുന്ന സ്റ്റൗ ആണ്, പിത്തള സ്റ്റൗ. അതിനകത്ത് വെള്ളം ഒഴിച്ച് അതിന്റെ അല്പസമയം കിട്ടിയതായ ആ ഒരു ഫ്ലെയിമിൽ ചായ ഉണ്ടാക്കി, മധുരമില്ലെന്ന് ഓർക്കണം, തേയില ഇട്ട് ചായ ഇട്ട് കുടിച്ച് അനന്തരം അന്ന് ജോലി ഉണ്ടായിരുന്നു. ആ വെറും വയറ്റിൽ അന്ന് ജോലി ചെയ്ത അനന്തരം, എന്നാൽ ഉച്ചയ്ക്ക് ആഹാരമില്ല, വൈകിട്ടത്തേക്ക് ആഹാരമില്ല. ജോലി കഴിച്ച അനന്തരം 5 മണി വരെ ജോലി ചെയ്തതിന് ശേഷം ചെമ്പൂർ IPC, അവിടെ എൻ്റെ ഒരു കസിൻ ആയിരുന്നു ശുശ്രൂഷയിലായിരുന്നത്. എൻ്റെ പോസ്റ്റൽ അഡ്രസ് അവിടെയായിരുന്നു കൊടുത്തിരുന്നത്. ആരുടെയെങ്കിലും കത്തുകളുണ്ടോ എന്ന് നോക്കാം എന്നുള്ള ആഗ്രഹത്തിൽ ബസ് കയറി അവിടെ വരെ ഇവിടെയായി തീർന്നു. അപ്പോൾ ഓർക്കണം, ബസ് കയറി വരുവാൻ പൈസ 50 പൈസ ടിക്കറ്റ് ആണ്, മടങ്ങി വരുവാൻ 50 പൈസ. അങ്ങനെ 1 രൂപ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഒരു ചായ കുടിക്കാൻ പോലും ഉള്ള പൈസ എൻ്റെ കയ്യിലില്ല. അങ്ങനെ അവിടെ കടന്നു വന്നു. എന്നാൽ ലെറ്റർ ഒന്നും ഇല്ലായിരുന്നു. സാധാരണ ഇവിടെ കടന്നു വരുമ്പോൾ അവിടെ നിന്ന് ആഹാരം കഴിച്ചിട്ടാണ് മടങ്ങി വരാറുള്ളത്. അന്ന് നിർഭാഗ്യവശാൽ ആ പ്രിയ ദേവദാസനുമായിട്ട് ചില കാര്യത്തിൽ അല്പ സംസാരം ഉണ്ടാകുവാനും അവരുമായിട്ട് പിണങ്ങി ആഹാരം കഴിച്ചിട്ട് പോകാൻ പറഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളുടെ ആഹാരം ഒന്നും വേണ്ട എന്ന് വാശി പിടിച്ച് മടങ്ങി റൂമിൽ വരുവാനായിട്ട് ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക്, ചെമ്പൂർ ചെടാനഗർ ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുമ്പോൾ ഇരുട്ടായ സമയം ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിലൊക്കെ ലൈറ്റ് കത്തി കിടക്കുന്നു. എന്നാൽ ഒരു ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിൽ ഒരു ക്രൂശ് ഇങ്ങനെ കത്തിക്കിടക്കുന്നു. ഇത് പള്ളിയോ മറ്റോ ആണല്ലോ, ചർച്ച ആണല്ലോ, എന്നാ ഒന്ന് കണ്ടു കളയാം എന്താണെന്ന് എന്ന് ചിന്തിച്ച് അവിടെ കടന്നു ചെന്ന് അതിന്റെ ഗേറ്റിൽ ചെന്നപ്പോഴേ നല്ല തിരക്ക്, നല്ല ജനക്കൂട്ടം. ആൾക്കാർ അവിടെ നിന്ന് കടന്നു വരുന്നവരെ ഉള്ളിലേക്ക് നയിക്കുന്നു. അന്തർചലോ അന്തർചലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ അകത്തേക്ക് ക്ഷണിച്ച് ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ ഒരു സ്റ്റെയർ കേസിലേക്ക് ആനയിച്ചു. ആ സ്റ്റെയർ കേസിൽ കൂടി മുകളിൽ പോകാൻ പറഞ്ഞു. ഊപ്പർ ചലോ ഉദർ ജാക്കെ ബൈഠോ എന്ന് പറഞ്ഞ് ഞങ്ങള് മുകളിൽ ചെന്ന് ഇരുന്നു. ഞങ്ങളെന്ന് പറയുമ്പോൾ എന്റെ കൂടെ വേറെ അവിടെ എന്റെ കൂടെ വന്നവരല്ല, അല്ലാതെ കടന്നു വന്നവർ, അവിടുത്തെ പ്രോഗ്രാമിന് കടന്നു. എന്താ പ്രോഗ്രാം എന്ന് എനിക്കറിയില്ല. ഞങ്ങളെല്ലാം അങ്ങനെ മുകളിൽ ചെന്നു. അവിടെ ടെറസിൽ ചെയറൊക്കെ വിരിച്ചിട്ടിരിക്കുന്നു. അവിടെ പോയി അങ്ങനെ ഇരിക്കുമ്പോൾ അല്പസമയം എന്താ വേണമെന്നൊന്നും മനസ്സിലാവുന്ന അല്പം കഴിഞ്ഞപ്പോൾ
നല്ല മട്ടൺ ബിരിയാണിയുടെ നല്ല മണം. ബിരിയാണിയും അതിനു വേണ്ട സർവ്വ വിഭവവും അവിടെ കൊണ്ട് നിരത്തി. അപ്പോൾ സെൽഫ് സർവീസ് ആണ്, ആവശ്യത്തിനെടുത്ത് കഴിക്കാം. വയറ് നിറച്ച് ഇത് എടുത്ത് ഭക്ഷിച്ച് അതിനുശേഷം ഐസ്ക്രീമെങ്കിൽ ഐസ്ക്രീം, ഫ്രൂട്ട് സലാഡെങ്കിൽ അത്, വേണ്ട സർവ്വ വിഭവവും അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ ചില ദിവസങ്ങളായിട്ട് ആഹാരം കഴിക്കുക, എന്റെ ഓർമ്മ ശരിയെങ്കിൽ ഒരാഴ്ചയോളം വേണ്ട വിധത്തിൽ ആഹാരം കഴിച്ചിട്ടില്ല. പോരെങ്കിൽ അന്ന് രാവിലെ മുതൽ ആഹാരം കഴിച്ചിട്ടില്ല. ആകയാൽ നല്ല കഴിക്കാവുന്ന പ്രായം, ഏതാണ്ട് 20-21 വയസ്സ്, വയറ് നിറച്ച് ആഹാരവും ഭക്ഷിച്ച് താഴെ വന്നു. എന്നാൽ ഇത് എന്താണെന്ന് നോക്കാം എന്ന് ചിന്തിച്ച് കയറി വന്നതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയ ഗ്രൗണ്ട് പോലുണ്ട്. അവിടെ എല്ലാം ജനങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. അവിടെ ചെന്ന് അവിടെ ഒരു ഷെഡ് പോലെ കാണാൻ ഇടയായി തീർന്നു. ആ ഷെഡ് എന്താ വേണം നോക്കാമെന്ന് പറഞ്ഞ് കടന്നു ചെന്നപ്പോൾ വിവാഹാനന്തരം ചെറുക്കനും പെണ്ണും നിന്ന് സമ്മാനങ്ങൾ സ്വീകരിക്കുന്നു. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതൊരു വിവാഹ സദ്യയായിരുന്നു. കർണാടകക്കാരുടെ നല്ല ഒരു റിച്ച് ഫാമിലിയുടെ വിവാഹ സദ്യയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഇടയായി തീർന്നത്. എന്റെ പാസ്റ്ററെ, അവിടെ നിന്ന് ഞാൻ വെളിയിൽ ഇറങ്ങി വന്ന പാടെ എനിക്കറിയാം. കാരണം വിളിക്കാതെ ഉണ്ണാൻ പോയി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു അനുഭവം ഉണ്ടായി. എന്നാൽ ഞാൻ നേരത്തെ ഇത് അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഇവിടെ പ്രവേശിക്കുകയില്ലായിരുന്നു. ദൈവം അത് മറച്ചു വെച്ചിരുന്നു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ദിവസങ്ങളായി ആഹാരം കഴിച്ചിട്ട് വിശപ്പ് സഹിക്കാൻ വയ്യ. ആ സന്ദർഭത്തിൽ എനിക്കത് ആവശ്യമാണ് ദൈവം അറിഞ്ഞു. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്ന ദൈവം എന്നെ അത് മറച്ചു വെച്ച് എന്നെ ഇവിടെ പ്രവേശിപ്പിച്ചു. എന്നാൽ വയറു നിറച്ച് ആഹാരം കഴിച്ചെന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളിൽ അതിയായ ഒരു ഭാരം, എന്തെന്ന് വെച്ചാൽ വിളിക്കാതുണ്ടല്ലോ എന്നുള്ളൊരു ഭാരം എന്നെ അലട്ടുന്നു. എന്നെ അറിയാവുന്നവരാരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ വളരെ മോശമാണല്ലോ എന്ന് ചിന്തിച്ച് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവിടുന്ന് വെളിയിൽ ഇറങ്ങിയത്. ദൈവമേ, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ അവസ്ഥ ഇനി ഉണ്ടാക്കരുതേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു വന്നു. ബസ് കയറി എന്റെ റൂമിൽ പോകാൻ ഇടയായി തീർന്നു. എന്നാൽ ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. അന്ന് ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവത്തോട് കുറിച്ചു വെച്ചു. ജീവിതത്തിൽ ഇന്ന് വരെയും ദൈവസന്നിധിയിൽ ഉപവസിച്ച സമയങ്ങളുണ്ട്. അതല്ലാതെ പട്ടിണി എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അന്ന് ഞാൻ ആ പട്ടിണിയുടെ കാഠിന്യ മുഖാന്തരം ആ ആഹാരം ഭക്ഷിച്ചതിന് ശേഷം ഇന്ന് വരെ പട്ടിണി, വിശപ്പ് എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. പലപ്പോഴും ആഹാരം ഭക്ഷിച്ച് ശേഷിക്കുമ്പോൾ ഞാൻ എൻ്റെ ആ പഴയ കാലം ഓർക്കാറുണ്ട്. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഇപ്പോൾ ഈ പറയുമ്പോൾ തന്നെയും വരുന്നുണ്ട്. പക്ഷെങ്കിൽ മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ സന്തോഷം കൊണ്ടാണ്. ദൈവം എനിക്ക് വേണ്ടി കരുതൽ ഓർത്താണ്. അങ്ങനെ ബോംബെയിലെ അനുഭവങ്ങൾ പറയുവാണെങ്കിൽ അനവധിയുണ്ട്. അത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ചെയ്യാൻ സാധിച്ച വിഷയങ്ങൾ പറയാൻ അവസരം ലഭിക്കുകയില്ല. ആകയാൽ ഞാൻ സാക്ഷ്യങ്ങൾ ചുരുക്കി മുന്നോട്ട് പോകാം. അപ്പോൾ തന്നെയും ചില വിഷയങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയേണ്ടിയിരിക്കുന്നു. അതിങ്ങനെയാണ്. അനന്തരം 1986 സൗദി അറേബ്യയിൽ പോകാൻ ദൈവം അവസരം ഒരുക്കി. അവിടെ ചെന്ന് സൗദി അറേബ്യയിൽ ഗസീം എന്ന് പറയുന്ന സ്ഥലത്ത് 2 വർഷം ജോലി ചെയ്തു, വിസ കാലയളവ് തീരുന്നിടം വരെ. ആ സന്ദർഭത്തിൽ അവിടെ ഒരു ആരാധനയില്ല, പെന്തക്കോസ്തുകാരാരുമില്ല. പലപ്പോഴും എന്നാൽ ഈ 2 വർഷവും ഭവനത്തിൽ തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവമായിരുന്നു. അതിനുശേഷം ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പ്രവർത്തനം ആരംഭിച്ചതായിട്ട് അവിടെ ഇന്ന് നല്ലൊരു ആരാധന നടക്കുന്നതായിട്ടും അറിവ് ലഭിച്ചു. എന്നാൽ അവിടെ ആയിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വളരെ പ്രതീക്ഷിക്കാത്ത ചില അനുഭവങ്ങൾ ഉണ്ടായി. അതിങ്ങനെയാണ്. ഞാൻ വർക്ക് ചെയ്ത ബിസിനസ് ലൈനിലായിരുന്നു. എൻ്റെ ട്രേഡ് ഇലക്ട്രോണിക്സ് ആയിരുന്നെങ്കിലും അവിടെ ബിസിനസ് ലൈനിലായിരുന്നു ഞാൻ. അവിടെ എൻ്റെ അറബി സ്പോൺസർ ഈവനിങ്ങിൽ വന്ന് കണക്കെടുക്കുന്നുണ്ട്. കണക്കെടുക്കുന്ന സമയത്ത് ഞാനാണ് അതിന്റെ കണക്കുകളെല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. പലപ്പോഴും അദ്ദേഹം അതിൻ്റെ അത് ചില കള്ളത്തരങ്ങൾ കാട്ടുവാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചു. ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും ഞാൻ കള്ളം പറയുകയില്ല, ചെയ്യുകയില്ല. അതിന്റെ പേരിൽ ഇദ്ദേഹം മറ്റുള്ളവർക്ക് കള്ളനാവേണ്ട ഒരു അവസ്ഥ വന്നു. അതിന്റെ പേരിൽ എന്നെ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുന്നതിനും ഒരു വ്യാഴാഴ്ച വൈകിട്ട്
വളരെ തന്ത്രപൂർവ്വമായിട്ട് എന്നെ മാർക്കറ്റിൽ പോകാമെന്നും പറഞ്ഞിട്ട് വിളിച്ച് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കയറ്റിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഏൽപ്പിക്കുകയായിരുന്നു. എന്റെ മേൽ ചുമത്തിയിരുന്ന കുറ്റം മോഷണ കുറ്റം. നിങ്ങളൊന്ന് ആലോചിക്കണം, അന്നത്തെ കണക്ക് കൊടുത്തില്ല, ആ പൈസ എന്റെ പോക്കറ്റിൽ ഇരിപ്പോട്ട്. അപ്പോൾ അവര് നോക്കുമ്പോൾ ശരിയാണ്, എന്റെ പോക്കറ്റിൽ പണവും ഇരിക്കുന്നു. അങ്ങനെ എന്നെ മോഷ്ടാവായിട്ട് അവിടെ അടയ്ക്കാൻ ഇടയായി തീർന്നു. ചിന്തിക്കണം, വ്യാഴാഴ്ച വൈകിട്ട് അവിടുത്തെ ഓഫീസുകളെല്ലാം അടവാണ്, പിന്നെ വെള്ളി അവധിയാണ്, പിന്നെ ശനിയാഴ്ചയെ ഓഫീസുകൾ തുറക്കുകയുള്ളൂ. അങ്ങനെ 2 ദിവസം ഞാൻ കിടക്കുവാൻ ഇടയായി തീർന്നു. ഈ സന്ദർഭത്തിൽ എന്റെ മൂത്ത സഹോദരൻ അവിടെ ഉണ്ട്. സഹോദരൻ വിവരം അറിഞ്ഞു, പോലീസ് സ്റ്റേഷനിൽ എന്നെ വിസിറ്റ് ചെയ്യാൻ ഇടയായി തീർന്നു. എനിക്ക് ആഹാരം അവിടെ കൊണ്ടു തന്നു, അതിനുള്ള പെർമിഷൻ അവർ കൊടുത്തു. ചപ്പാത്തി കൊണ്ടുവന്നതിനുള്ളിൽ കത്തെഴുതി വെച്ചിരുന്നു, എടാ അവൻ പറയുന്നത് എന്താ വെച്ചാൽ നീ അങ്ങ് സമ്മതിക്കുക, അല്ല നമുക്ക് ഏത് വിധേന ഇവിടുന്ന് ഇറങ്ങി പോവുകയാണ് വേണ്ടത്. എന്റെ സഹോദരൻ അറിയാം ഞാൻ അക്കാര്യത്തിൽ കടുംപിടുത്തക്കാരനാണ്, ഞാനൊരു കാര്യം പറഞ്ഞതാ, അതിൽ നിന്ന് വ്യതിചലിക്കത്തില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. കാരണം ചെയ്യാത്ത തെറ്റ് ഞാൻ ഏൽക്കത്തില്ലെന്ന് അറിയാം. ആയതുകൊണ്ടാണ് താൻ അങ്ങനെ എഴുതിയപ്പോ ഇടയായി തീർന്നത്. അവസാനം അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം അവര് പറഞ്ഞ വിഷയത്തിൽ ഞാൻ സമ്മതിച്ചു. എന്നെ 3-ാമത്തെ ദിവസം ശനിയാഴ്ച അവിടുന്ന് ഇറക്കിക്കൊണ്ട് വരുവാൻ പ്ലാൻ ചെയ്ത് പോലീസുകാരുടെ സാന്നിധ്യത്തിൽ എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഞാൻ വിവരങ്ങളെല്ലാം പറഞ്ഞു. എന്റെ നിരപരാധിത്വം അവർക്ക് മനസ്സിലായി. അവര് സഹോദര എന്നാണ് സംബോധന ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയിലെ പോലെ അല്ല, അവര് മറ്റുള്ള ചീത്ത വിളിക്കുകയായിട്ട് മറ്റൊന്നും പ്രയോഗിക്കത്തില്ല. തന്നെയല്ല, എന്റെ സംസാരത്തിൽ അവർക്ക് മനസ്സിലായി ഞാൻ നിരപരാധിയാണെന്ന്. എന്നെ യാതൊരു തെറ്റും ചെയ്യാതെയാണ് അവിടെ പിടിച്ചടച്ചിരിക്കുന്നത് അവർക്ക് മനസ്സിലായിട്ട് അവര് പറഞ്ഞ സഹോദര, ജീവിക്കുന്ന ഒരു ദൈവം മുകളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ ഈ വിഷയം അദ്ദേഹം ഏറ്റെടുത്തുകൊള്ളൂ എന്ന് പറയിടയായി തീർന്നു. ഇതിനിടയ്ക്ക് വിട്ടുപോയ കാര്യം പറയട്ടെ. ഈ ജയിലിൽ കിടക്കുമ്പോൾ അതിനുള്ളില് ഒരു മുറിയുണ്ട്. ഈ മുറിക്കകത്ത് കള്ളന്മാര്, കൊലപാതകളെല്ലാം കിടപ്പുണ്ട്. മുസ്ലിംസ് ആയതുകൊണ്ട് അവർക്ക് നിസ്കരിക്കാനെ കൊണ്ട് ഒരു റൂം സെപ്പറേറ്റ് ഉണ്ട് ജയിലിനുള്ളില്. മറ്റുള്ളവർ നിസ്കരിക്കാൻ കയറി ഇറങ്ങിയതിന് ശേഷം ഞാൻ ഒറ്റയ്ക്ക് ആ മുറിക്കുള്ളിൽ പ്രവേശിച്ച് മുട്ടിന്മേൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ദൈവമേ, യാതൊരു തെറ്റും ചെയ്യാത്ത യോസഫിനെ കുണ്ട്രയിൽ ഇടയായി തീർന്നു. എന്നാൽ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടതുപോലെ മാനുഷികമായ നിലയ്ക്ക് യാതൊരു സാധ്യതയുമില്ല. മോഷണക്കുറ്റത്തിന് സൗദി അറേബ്യയിൽ കിട്ടുന്ന ശിക്ഷ കൈവെട്ടിക്കളയുക എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ദൈവത്തിനല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. അങ്ങനെ പ്രാർത്ഥിച്ച അനന്തരം വെളിയിൽ വരുമ്പോഴാണ് ജ്യേഷ്ഠന്റെ ഈ കത്ത് കാണുകയും അതിന് പ്രകാരം ഞാന് ചെയ്യാത്ത തെറ്റ് ചെയ്തു എന്ന് ഉള്ള രീതിയിൽ വരുത്തി തീർത്തുകൊണ്ട് അവിടുന്ന് വെളിയിൽ വരുവിടെയായി തീർന്നു. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണമോ, ഞാൻ ഇറങ്ങി വന്നു, വീണ്ടും അവിടെ തന്നെ എന്നെ ജോലിയിൽ വയ്ക്കുവാനിടയായി തീർന്നു. കാരണം അദ്ദേഹം വെച്ച കണ്ടീഷൻ, എന്റെ ഈ മോഷ്ടിച്ച പണം, ഇത്രയും പണം അവന്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ തിരികെ പിടിക്കും, അങ്ങനെയുള്ള കണ്ടീഷൻ ആണെങ്കിൽ മാത്രം ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞെന്നുള്ള അങ്ങനെ സമ്മതിച്ചാണ് വെളിയിൽ വരിടയായി തീർന്നത്. ഞാൻ വന്ന് പിറ്റേ ദിവസം മുതൽ നിങ്ങൾക്ക് കേൾക്കണമോ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെ ലാഭത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ബിസിനസ് അന്നു മുതൽ തനിക്ക് തകർച്ച തുടങ്ങി. തന്റെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും ഇങ്ങനെ പലവിധത്തിലുള്ളതായ ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ തന്റെ ജീവിതത്തിൽ കടന്നുരുടയായി തീർന്നു. അപ്പോൾ തനിക്കത് മനസ്സിലായി, ഞാൻ നിരപരാധിയെ ക്രൂശിച്ചതിന്റെ ഫലമാണ് ഇത് അനുഭവിക്കുന്നത് തനിക്ക് മനസ്സിലായി തീർന്നു. അതെങ്ങനെയെന്ന് വെച്ചു എനിക്കത് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2 വർഷം കഴിഞ്ഞ് എന്റെ വിസ കാലാവധി കഴിഞ്ഞ് കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു കാരണവശാലും ഞാൻ കണ്ടിന്യൂ ചെയ്യത്തില്ല, എനിക്ക് ടിക്കറ്റ് തരിക, ഞാൻ മടങ്ങി പൊക്കോളാം, ഞാൻ മടങ്ങി വരികയില്ല എന്ന് പറയുകയായി തീർന്നു. അങ്ങനെ മടങ്ങി പോകാനെ കൊണ്ട് എയർപോർട്ടിൽ പോകാൻ വാഹനത്തിൽ കയറുന്ന അവസരത്തിൽ എന്റെ കംപ്ലീറ്റ് കണക്ക് തീർത്ത കൂട്ടത്തിൽ ഒരു പൊതിക്കെട്ടും കൂടെ താൻ എന്റെ കയ്യിൽ തന്നിട്ട് ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോ, സഹോദര, അന്ന് വരെ വിളിച്ചിരുന്ന ഭാഷ വേറെയാണ്, അന്ന് എന്നെ വിളിച്ച സഹോദര, ഞാന് അനാവശ്യമായിട്ട് കള്ളം പറഞ്ഞ് താങ്കളുടെ ശമ്പളം ഞാൻ അന്ന് പിടിച്ചതാണ്, അത് ഞാൻ മടക്കി തരികയാണ്. ഞാനൊരു മുസ്ലിമാണ്, 5 നേരം നിസ്കരിക്കുന്നവനാണ്, അത് ഹറാമാണ്. ആകയാൽ ഇതെനിക്ക് വേണ്ട, താങ്കളുടെ രക്തത്തിന്റെ പണം എനിക്ക്, വേറപ്പന്റെ പണം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മടക്കി തരുകയായി തീർന്നു. അതെ ദൈവമക്കളെ, ഞാൻ എന്തുകൊണ്ട് ഇത്ര വിശദീകരിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
നമ്മൾ വിശ്വസ്തയോടുകൂടി നിന്ന് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. ഈ ഭൂമിയിൽ മറ്റാരുമില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ നിരപരാധിത്വം അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണം സ്ഥാപിക്കാനാണ് ഞാൻ ഇത്ര വിശദമായിട്ട് ഇത് പറയേണ്ടിയായി തീർന്നത്. ഓക്കെ, എനിവേ അങ്ങനെ മടങ്ങി ഞാൻ ഇന്ത്യയിൽ കടന്നു വന്നു. 1988 മടങ്ങി വന്നു. അതിനുശേഷം ഇന്ത്യയിൽ പല പട്ടണങ്ങളിലായി ജോലിയുള്ള ബന്ധത്തിൽ വീണ്ടും ആയിരിക്കും ഇടയായി തീർന്നു. പിന്നീട് 91 എന്റെ വിവാഹം നടക്കുവാൻ ഇടയായി തീർന്നു. 91 ജൂലൈ മാസം 17 ആത്മീകമായിട്ട് എന്നേക്കാൾ ഉന്നത നിലവാരം പുലർത്തുന്നതായ ഒരു പ്രിയ മകളുമായിട്ട് വിവാഹം നടക്കുവാൻ ദൈവം സഹായിച്ചു. ഞാൻ എന്തിന് അത് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യാക്കോബായ തലത്തിൽ വളർന്നു വന്ന എൻ്റെ ഭാര്യയുടെ വീട്ടുകാർ, എൻ്റെ വൈഫും തൻ്റെ സഹോദരിയും കൂടെ പെന്തക്കോസ്തുകാരുടെ സൺഡേ സ്കൂളിൽ കടന്നുപോയി. അങ്ങനെ ഒരു വിശ്വാസത്തിൽ കടന്നു വന്ന് വിശ്വാസ സ്നാനം സ്വീകരിച്ച് ഭവനത്തിൽ നിന്നും അവർ തനിയെ വിശ്വാസത്തിൽ കടന്നു വരുവാനും അനന്തരം തൻ്റെ സഹോദരന്മാരും അതിനുശേഷം തൻ്റെ മാതാവും വിശ്വാസത്തിൽ കടന്നു ഇടയായി തീർന്നു. തൻ്റെ പിതാവ് അന്ന് എൻ്റെ വിവാഹം നടക്കുമ്പോഴും വിശ്വാസത്തിലല്ലായിരുന്നു. എൻ്റെ വിവാഹാനന്തരം ചില വർഷങ്ങൾക്ക് ശേഷം ഏകദേശം 85 വയസ്സിൽ ആ പിതാവ്, അതായത് എൻ്റെ ഭാര്യ പിതാവ്, പമ്പയാറ്റിൽ പരസ്യമായിട്ട് കർത്താവിനെ ജലത്തിൽ സാക്ഷിപ്പേടയായി തീർന്നു. അങ്ങനെ ഒരു ഭവനത്തിൽ നിന്ന് വിവാഹം കഴിപ്പം ദൈവടയാക്കി തീർത്തു. തന്നെയല്ല, എൻ്റെ ഭാര്യയെ പറ്റി ഒരു വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. ദൈവത്തെ അറിയുന്നു എന്ന് മാത്രമല്ല, ഞാൻ പാരമ്പര്യ പെന്തക്കോസ്ത് ഭവനത്തിൽ നിന്ന് കടന്നു വന്നു. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവൾ ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ കടന്നു വരുവാനും അതിനുശേഷം തനിക്ക് ഇന്ത്യൻ ആർമിയിൽ ജോലി ലഭിക്കുവാനും, ഞാൻ വിവാഹം കഴിക്കുമ്പോൾ താന് ഇന്ത്യൻ ആർമിയിലെ ഒരു സ്റ്റാഫ് ആയിരുന്നു. ഏതാണ്ട് 5 വർഷം താന് ഇന്ത്യൻ ആർമിയിൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഞങ്ങളുടെ വിവാഹം. അനന്തരം ജോലിയുള്ള ബന്ധത്തിൽ ഇന്ത്യയുടെ വിവിധ പട്ടണങ്ങളിലായിരിക്കാനും ദൈവം തനിക്ക് ഇടയാക്കി തീർത്തു. ഞാൻ അല്പസമയത്തിന് ശേഷം എൻ്റെ സാക്ഷ്യം മുന്നോട്ട് പോയതിനു ശേഷം മടങ്ങി ഇവിടെ കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം ഞാൻ വീണ്ടും എനിക്കൊരു ആൺപൈതലിനെ ദൈവം ദാനം തന്നു. അതിനുശേഷം 93 വീണ്ടും സൗദി അറേബ്യയിൽ തന്നെ റിയാദിന്റെ പ്രദേശത്ത് കടന്നുവിടയായി തീർന്നു. അവിടെ ചില നാളുകൾ ജോലി ചെയ്യുമ്പോൾ എൻ്റെ ബോഡി കംപ്ലീറ്റ് പാരലൈസ് ആയിട്ട് ലോക വൈദ്യന്മാർക്ക് എൻ്റെ ശരീരത്തിൽ ഒരു രോഗം പോലും കണ്ടുപിടിക്കാൻ സാധിക്കാതെ, അവിടുത്തെ ഹോസ്പിറ്റലിൽ ലോകത്തുള്ള എല്ലാ ഡോക്ടർമാരും ഉണ്ട്, താങ്കളുടെ ശരീരത്തിൽ യാതൊരു രോഗവും കാണുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ മടക്കി അയക്കാൻ ഇടയായി തീർന്നു. അപ്പൊ ആലോചിക്കണം, രോഗമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ, കൈവിരൽ മുതൽ കാൽവിരൽ വരെ എത്ര ജോയിന്റ്സ് ഉണ്ട്. ഈ ജോയിന്റ്സ് കംപ്ലീറ്റ് അതികഠിന വേദനയാൽ ഭാരപ്പെട്ട് കിടക്കാനോ ഇരിക്കാനോ എഴുന്നേൽക്കാനോ സാധിക്കാത്ത അവസ്ഥയിൽ അതികഠിന വേദന, ഉറക്കമില്ല, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, ശരീരം ശോഷിച്ച് അസ്ഥിപഞ്ജരമായി. അങ്ങനെ അവസ്ഥയിൽ ചില മാസങ്ങൾ ജോലിക്ക് പോലും പോകാൻ സാധിക്കാതെ ഇരിക്കും അളവിൽ ഒരു ദിവസം ദൈവവചനത്തിൽ കൂടി എന്നോട് ഇടപെടുവാൻ ഇടയായി തീർന്നു. എസ്തേറിന്റെ പുസ്തകം 4:14 അതിങ്ങനെയാണ്: നീ ഈ സമയത്ത് മിണ്ടാതെ ഇരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് ആർക്കറിയാം എന്ന് മൊർദെഖായി എസ്തേറിനോട് ചോദിക്കുന്ന ഈ ഭാഗം എന്നോട് സംസാരിപ്പതിടയായി തീർന്നു. അങ്ങനെ ഞാൻ ഈ ദൈവവചനം കേട്ട അനന്തരം പൊട്ടിക്കരവാൻ ഇടയായി തീർന്നു. കാരണം അനേക ദൈവദാസന്മാർ എന്റെ ഭവനത്തിൽ കടന്നു വരുന്നതിനും എന്നോട് കർത്താവിന്റെ വേലയ്ക്കായിട്ട് ഇറങ്ങണം, ഇല്ലാതെ എവിടെ പോയാലും ശരിയാവില്ല എന്ന് ദൂത് പറയാൻ ഇടയായി തീർന്ന അവസരത്തിൽ ഞാൻ അവരോട് പറയാൻ ഇടയായി തീർന്നു, നിങ്ങളോട് സംസാരിച്ച് ഈ ദൈവം എന്നോട് സംസാരിക്കട്ടെ, അപ്പോൾ ഞാൻ ഇറങ്ങിക്കൊള്ളാം, വ്യക്തമായ കാഴ്ചപ്പാടില്ലാതെ ഞാൻ ഇറങ്ങിയില്ല എന്ന് പറഞ്ഞ് പലരും അങ്ങനെ പിണങ്ങി പോകാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അങ്ങനെയുള്ള അവസരത്തിലാണ് ഇങ്ങനൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകി തരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് എൻ്റെ ശരീരത്തിൽ ഇത് കടന്നു വന്നതെന്ന്. ഈ വാക്യം
കേട്ടതിന് അനുത്തരം എനിക്കത് മനസ്സിലായി. എന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ എനിക്ക് മനസ്സിലാക്കി തരികയും അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവമേ, എന്റെ രോഗത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ നൽകി തരണം. ലോക വൈദ്യന്മാർക്ക് എന്റെ രോഗം പോലും കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. വൈദ്യന്മാരുടെ വൈദ്യനായിരിക്കുന്ന പരമവൈദ്യനായിരിക്കുന്ന അങ്ങ്, അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന അങ്ങ്, ഒന്നുമില്ലായ്മയിൽ സകലത്തെ വിളിച്ചു വരുത്തുന്നതായ ഒരു ദൈവമായിരിക്കുന്ന അങ്ങ് എന്റെ രോഗത്തിൽ വിടുതൽ നൽകി തന്നാൽ ഞാൻ ഇന്ത്യയിൽ കടന്നുപോയി വിശേഷാൽ വടക്കേ ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്തു കൊള്ളാം എന്നൊരു തീരുമാനം എന്റെ ഹൃദയത്തിലെടുത്ത് ഒരു രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, 3 മാസങ്ങൾക്ക് ശേഷം അന്ന് രാത്രി ഞാൻ സുഖമായിട്ട് ഉറങ്ങാനിടയായി തീർന്നു. പിറ്റേന്ന് രാവിലെ ഞാന് പരസഹായം കൂടാതെ എന്റെ കിടക്കയിൽ നിന്ന് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ എഴുന്നേൽക്കുന്നതിനും എന്റെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് 3 മാസം വളരെ ബുദ്ധിമുട്ടി. എന്നാൽ ഈ 3 മാസങ്ങൾക്ക് ശേഷം പ്രാഥമിക ആവശ്യങ്ങൾ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നടന്നുപോയി നിറവേറ്റുന്നതിനും അതിനുശേഷം ദൈവത്തിന്റെ അടുത്ത തീരുമാനപ്രകാരം ഞാൻ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കാൻ ഇടയായി തീർന്നു. അപ്പോൾ ഞങ്ങളുടെ മാനേജർ ഒരു ഈജിപ്ഷ്യൻ ക്രിസ്ത്യനാണ്. അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് ഇപ്പോൾ കടന്നു പോകുന്നത്? ഞാൻ പറഞ്ഞു, താങ്കൾക്കറിയാമല്ലോ, ചില മാസങ്ങളായിട്ട് ഞാൻ ജോലി ചെയ്യുന്നില്ല, എനിക്ക് സാധിക്കുന്നില്ല, എന്റെ ബോഡി അതിന് അനുയോജ്യമായ രീതിയിലല്ല ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ആകയാൽ ഞാൻ ഇന്ത്യയിൽ കടന്നു പോകുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇന്ത്യയിൽ കടന്നു പോയാലും ഇത് തന്നെ എന്റെ അവസ്ഥ, ഇവിടെ അങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്തുകൂടെ? ഞാൻ പറഞ്ഞു, ഇല്ല, അവിടെ ആയുർവേദമൊക്കെ ഉണ്ട്, ഇതിന് നല്ല ട്രീറ്റ്മെന്റ് കിട്ടും എന്ന് അദ്ദേഹത്തോട് പറഞ്ഞ്. എന്നാൽ അദ്ദേഹം അത് അനുവദിക്കുക. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ഈ കമ്പനിയുടെ ചരിത്രത്തിൽ ആരെയും ഞങ്ങൾ അങ്ങനെ ഇടയ്ക്ക് വെച്ച് വിട്ടിട്ടില്ല. ഇനി സ്വന്തമായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, താങ്കളുടെ ഇഷ്ടപ്രകാരം പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് പെർമിഷൻ ലഭിക്കാറില്ല. ഞാൻ ഇനി ഇതിന്റെ പ്രധാനപ്പെട്ടവരോട് സംസാരിച്ച് അനുവാദം ലഭിച്ചാൽ തന്നെ താങ്കൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റോ ഒന്നും ലഭിക്കുകയില്ല എന്ന് പറഞ്ഞ് 1 മാസം എനിക്ക് ആലോചിക്കാൻ സമയം നൽകി തന്നു. 1 മാസത്തിന് ശേഷം വീണ്ടും ഞാൻ കടന്നു ചെന്നു. എന്നോട് ചോദിച്ചു, എന്ത് പറയുന്നു? ഞാൻ പറഞ്ഞില്ല, എന്റെ തീരുമാനത്തിന് യാതൊരു വ്യത്യാസവുമില്ല, ഞാൻ ദൈവമായിട്ടാണ് തീരുമാനമെടുത്തത്, ആകയാൽ എന്റെ തീരുമാനത്തിൽ വ്യത്യാസം ഇല്ല, ഞാൻ കടന്നു പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ കമ്പനിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് എന്നെ ഫ്ലൈറ്റ് ടിക്കറ്റിൽ തരില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഫ്ലൈറ്റ് ടിക്കറ്റും തന്ന്, ചെന്ന സമയങ്ങളിൽ 1 മാസത്തെ സാലറി ഞങ്ങളെ ഇവിടെ പിടിച്ചിടാറുണ്ട് ആ കമ്പനിയിൽ, അതും തന്ന് എന്നെ മടക്കി അയക്കുന്നതിനും. അങ്ങനെ 1994 മെയ് മാസം 9-ാം തീയതി രാത്രി 12 മണിക്ക് തിരികെ എന്റെ പാദങ്ങൾ ബോംബെ എയർപോർട്ടിൽ വയ്ക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തു. അതിനുശേഷം ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ ഈ തീരുമാനമെടുത്ത് ഇന്ത്യയിൽ മടങ്ങി വരാൻ ആഗ്രഹിച്ച് അല്പം സാധനങ്ങളൊക്കെ വാങ്ങുവാനായിട്ട് റിയാദിൽ ഫുട്പാത്തിൽ കൂടി ഇങ്ങനെ കടന്നു പോകുന്ന വാഹനം ഇറങ്ങി ഫുട്പാത്തിൽ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു ഹോമിയോ ഡോക്ടർ, അദ്ദേഹം അവിടുന്ന് എല്ലാം വൈൻഡപ്പ് ചെയ്ത് ജർമ്മനിയിൽ പോവാന്ന് പറഞ്ഞ് പോയ ആളാണ്. അദ്ദേഹം എനിക്കെതിരെ കടന്നു വരുന്നു. ഞങ്ങൾ രണ്ടുപേരും വളരെ അത്ഭുതപ്പെട്ടു. അദ്ദേഹം എന്നോട് ചോദിച്ചു, താങ്കൾ എങ്ങനെ ഇവിടെ വന്നത്? ഞാൻ ചോദിച്ചു, ഡോക്ടർ എങ്ങനെ ഇവിടെ കടന്നു വന്നു? അപ്പൊ അദ്ദേഹത്തിന്റെ ചരിത്രവും എന്റെ ചരിത്രവും പരസ്പരം കൈമാറി. അനന്തരം അദ്ദേഹം എന്നോട് പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ കടന്നു പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കടന്നു വാ, ലീവിന് പോയിട്ട് വാ, എന്തായാലും ടിക്കറ്റ് ഒക്കെ ശരി, അതിൽ പോയിട്ട് വാ. അതിനുശേഷം എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കമ്പനി ഉണ്ട്, ഇലക്ട്രോണിക്സ് അല്ലെ ട്രേഡ്, എനിക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു സാലറിയും വാഹനവും അക്കോമഡേഷനും എല്ലാം എനിക്ക് ഓഫർ ചെയ്തു. കടന്നു വാ, എന്തായാലും ഇനിയും ഇത്ര ആഴ്ച വീട്ടിലൊന്ന് പോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല ഡോക്ടറെ, ഞാൻ ഒരിക്കലും മടങ്ങി വരികയില്ല, ഇനി ഞാൻ മടങ്ങി വരുന്നുണ്ടെങ്കിൽ ഈ ദൈവവചനമായിട്ടേ മടങ്ങി വരികയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വിഷയം ഞാൻ എന്തിനെടുത്ത് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവമക്കളെ, നമ്മൾ ദൈവസ്ഥനിൽ ഒരു തീരുമാനമെടുത്ത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനായിട്ട് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ സാത്താൻ പലവിധ പ്രലോഭനങ്ങളുമായിട്ട് നമ്മുടെ പിറകെ കൂടും എന്നുള്ളത് അറിയിക്കാനാണ് ഞാനിത് പറയാനിടയായി തീർന്നത്. അതേ ദൈവമക്കൾ, അങ്ങനെ പ്രലോഭനവുമായിട്ട് കടന്നു വന്നു. എന്റെ ജീവിതത്തിൽ എനിക്ക് സ്വപ്നം കാണാൻ വയ്യാത്ത ഒരു സാലറി, ആ സൗദി അറേബ്യയിൽ ഒരു ഫീൽഡിലും ജോലി ചെയ്യുന്നവർക്ക് ഇങ്ങനെ ഒരു സാലറി അവിടെ ലഭിക്കുകയില്ല. എന്നാൽ അങ്ങനെയുള്ള അവസരത്തിൽ അതുപോലും ദൈവസന്നിധിയിൽ ഞാൻ എടുത്ത തീരുമാനത്തെ മാനിച്ച് വേണ്ടെന്ന് വെച്ച് 94 മെയ് മാസം 9-ാം തീയതി രാത്രിയിൽ ഇന്ത്യയിൽ കടന്നിടയായി തീർന്നു. അനന്തരം ഒരു ബൈബിൾ സ്കൂളിൽ വേദ പഠനം നടത്തിയാണ്. അനന്തരം ഇന്ത്യയുടെ വിവിധ പട്ടണങ്ങൾ, ഞാൻ അതിൽ പറഞ്ഞതുപോലെ എന്റെ പ്രിയപ്പെട്ട ആർമി സർവീസിലാണെന്ന് പറഞ്ഞല്ലോ,
അപ്പോൾ എന്നോട് പറഞ്ഞ വാക്യം ഇതുമായിട്ട് ഞാൻ ഇവിടെ കൂട്ടിമുട്ടിക്കാൻ ആഗ്രഹിക്കുകയാണ്. നീ ഈ സമയത്ത് മിണ്ടാതെ കഴിഞ്ഞാൽ യഹൂദന്മാർക്ക് രക്ഷ മറ്റൊരു ഭാഗത്തു നിന്ന് വരും. നീ നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇതിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് കടന്നു വന്നിരിക്കുന്നത്. അവിടെ എസ്തേറിനല്ലാതെ മറ്റാർക്കും ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ ആർമി ഏരിയയിൽ വെളിയിൽ നിന്ന് ആർക്കും കടന്നത് പ്രവർത്തിപ്പാൻ സാധ്യമല്ല. അങ്ങനെയുള്ള സ്ഥാനം ദൈവം ആക്കിയിരിക്കുമ്പോൾ അവിടെ ഞാൻ പുറകോട്ട് മാറിക്കഴിഞ്ഞാൽ ദൈവം ആ സ്ഥാനത്ത് മറ്റുള്ളവരെ തെരഞ്ഞെടുക്കും. എനിക്ക് ദൈവം വെച്ചിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് പ്രവഹിക്കാൻ സാധ്യമല്ല, ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അത് ഞാൻ തിരിച്ചറിഞ്ഞ അനന്തരം ഇന്ത്യയുടെ വിവിധ പട്ടണങ്ങളിലെ തുടക്കം അസ്സാമിൽ ഗുവാഹട്ടിയില് ഞങ്ങളുടെ ക്വാർട്ടറിലാണ്, ആർമി ക്വാർട്ടറിലാണ് ഒരു പ്രവർത്തനം ആരംഭിച്ചത്. എങ്കിലും അവിടുത്തെ IPC സഭ ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ളതായ സഭയില് അവിടെ പ്രവർത്തിപ്പാൻ ആരും ഇല്ലാതെ വന്ന അവസരത്തിൽ അവിടുത്തെ ചുമതല ചില നാൾ ഏറ്റെടുക്കുന്നതിനും ചില കണ്ടീഷൻ വെച്ചിട്ട്, അതായത് എത്രയും വേഗം മറ്റൊരു ദൈവദാസനെ കൂട്ടിക്കൊണ്ടുവന്ന് എന്നെ ഈ ചുമതല ഒഴിവാക്കണം, എന്റെ ശുശ്രൂഷ ഇതല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഞാൻ വെളിയിൽ വരുവടെയായി തീർന്നു. അനന്തരം ഗുവാഹട്ടിയിൽ നിന്നും പിന്നീട് ഞങ്ങള് പഞ്ചാബിൽ ജലന്ധർ എന്ന് പറയുന്ന സ്ഥാനത്ത് കടന്നിടയായി തീർന്നു. അവിടെ ഉള്ള ഒരു ദൈവദാസനോട് ചേർന്ന് പ്രവർത്തിപ്പാൻ ഞാൻ പറഞ്ഞ എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, എല്ലാ സ്ഥാനത്തും കടന്നെല്ലുന്ന സ്ഥാനത്ത് ഞാൻ സ്വന്തമായിട്ട് ആരംഭിച്ച ചില സ്ഥാനത്ത് മറ്റുള്ള പ്രവർത്തനം ഉള്ളപ്പോൾ അതിനിടയിൽ കയറി ഞാൻ പ്രവർത്തിച്ച് അവർക്കൊരു മുഷിച്ചിൽ ഉണ്ടാക്കണ്ട എന്ന് കരുതി അവരോട് ചേർന്ന് പ്രവർത്തിക്കുന്നതിനും, അങ്ങനെ പഞ്ചാബിൽ ജലന്ധറിൽ സിറ്റിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ദൈവദാസൻ എന്റെ കെയർ ഓഫില് ഈ ആർമി ഏരിയയോട് ചേർന്ന് വന്ന് പ്രവർത്തനം ആരംഭിക്കുന്നതിനും ഇന്ന് വളരെ 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 വലിയ ഒരു പ്രവർത്തനമായിട്ട് അത് ദൈവം ഉയർത്തുന്നതിനിടയായി തീർന്നു. അങ്ങനെ നല്ലൊരു പ്രവർത്തനം ഇന്ന് അവിടെ കാഴ്ചവെക്കാൻ ദൈവം ഇടയായി തീർന്നു. അതിനുശേഷം രാജസ്ഥാനിൽ കടന്നുപോയി അവിടെ രണ്ട് പ്രവർത്തനം, ഒരു പ്രവർത്തനം ഞാൻ സ്വന്തമായിട്ട് ആരംഭിക്കുന്നതിനും മറ്റൊന്ന് വേറെ ദൈവദാസനോട് ചേർന്നുകൊണ്ട് ഒരു പ്രവർത്തനം അജ്മീർ സിറ്റിയിൽ ആരംഭിക്കുന്നതിനിടയായി തീർന്നു. അങ്ങനെ രണ്ട് പ്രവർത്തനം രാജസ്ഥാന്റെ പ്രദേശത്തും ആരംഭിക്കുന്നതിനിടയായി തീർന്നു. ഇതും ഞങ്ങൾ അവിടുന്ന് കടന്നു പോകുന്ന സ്ഥാനത്ത് മറ്റുള്ള പ്രസ്ഥാനത്തോട് യോജിപ്പിച്ച് കടന്നു പോവാൻ യാതൊരു ഉപാധിയും ഇല്ലാതെ യോജിപ്പിച്ച് കടന്നു പോകാൻ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഇന്ത്യയുടെ മറ്റ് പല പട്ടണങ്ങളും കടന്നു പോകുന്നതിനും ഹൈദരാബാദിലായിരിക്കുമ്പോൾ വീണ്ടും ഇതുപോലെ ഒരു പ്രത്യേക അവസരത്തിൽ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ, അതായത് അവിടെ പ്രവർത്തിപ്പാൻ മറ്റ് ദൈവദാസന്മാരില്ലാത്ത അവസ്ഥയിൽ അവര് എന്നെ വിളിച്ച് ആ ശുശ്രൂഷ ഏൽപ്പിച്ചപ്പോൾ ദൈവം ഏൽപ്പിച്ചതാണെന്നുള്ള ബോധ്യത്തിൽ അതും ഏറ്റെടുക്കുക ഇവിടെയായി തീർന്നു. അതുകൂടാതെ ഇപ്പോൾ ഏകദേശം 8 വർഷത്തോളമായി IPC ഹരിയാന സ്റ്റേറ്റിൽ ചില ചുമതലകൾ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. അത് വളരെ അനുഗ്രഹമായിട്ട് മുന്നോട്ട് പോകുന്നു. എന്നാൽ പലരും ചോദിക്കാറുണ്ട്, വടക്കേന്ത്യയുടെ പ്രവർത്തനത്തിൽ എതിർപ്പുകൾ ഇല്ലേ, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന്. എന്നാൽ ഞാൻ ഇത്തരത്തിൽ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, എന്റെ പ്രവർത്തനത്തോടുള്ളത് ഇന്ന് വരെ എതിർപ്പുകൾ എനിക്ക് പുറത്തു നിന്ന് അധികം ഉണ്ടായിട്ടില്ല. എനിക്ക് എതിർപ്പുകൾ ഉണ്ടായിട്ടുള്ളത് കൂടുതൽ അകത്തു നിന്നാണ്. പുറത്തു നിന്നുള്ളത് നമുക്ക് എങ്ങനെയും സഹിക്കാം, അകത്തു നിന്നുള്ളതാണ് സഹിക്കാൻ വയ്യാത്തത്. എങ്കിലും അവിടെയും ദൈവം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് വല്ല വിധേയനെയും ചില ആത്മാക്കളെ ദൈവസ്ഥനിൽ കാഴ്ചവെക്കണം എന്നുള്ളതായ ഒരു ലക്ഷ്യത്തോട് മുന്നോട്ട് പോകുന്നു. ദൈവം പല രീതിയിൽ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എതിർപ്പുകൾ ചുറ്റുപാടുകളും ഉണ്ട്, എങ്കിലും വലിയ എതിർപ്പുകളൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടിട്ടില്ല. അങ്ങനെ വന്നാലും നിൽപ്പാൻ ആവശ്യമെന്ന കൃപ ദൈവം നൽകി തരും, എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഇനിയും ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാനിവിടെ ആ കാര്യം നിർത്തിക്കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ചില അത്ഭുതങ്ങളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ്. അതിലൊന്നാണ് തുടക്കത്തിൽ ദൈവഭൃത്യൻ പറഞ്ഞതായ ആ വിഷയം, എൻ്റെ അപകടം. ഞങ്ങൾ ഈ സാക്ഷ്യം ഏകദേശം 8 മാസങ്ങൾക്ക് മുമ്പ് ചെയ്യുവാൻ ആഗ്രഹിച്ചതാണ്. അങ്ങനെ ചെയ്യുവാൻ ആഗ്രഹിച്ച് ഈ 2025 ഏപ്രിൽ മാസത്തിൽ ഞാൻ ദൈവഭൃത്യന് വാക്ക് കൊടുത്തു, മെയ് മാസം ഫസ്റ്റ് വീക്കിൽ നമ്മൾക്കിത് ചെയ്യാം എന്ന് വാക്ക് കൊടുത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ അതിനുള്ള ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഏപ്രിൽ 30-ാം തീയതി
രാത്രിയിൽ എനിക്ക് ഇങ്ങനെ അപകടം ഉണ്ടാവുന്നത്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 വീലറിൽ ഞാനിങ്ങനെ അടുത്ത ജംഗ്ഷനിൽ നിന്ന് അല്പസാധനങ്ങൾ വാങ്ങിക്കൊണ്ട് ഭവനത്തിലേക്ക് മടങ്ങി വരികയാണ്. ഭവനത്തിൽ നോക്കത്തും ദൂരത്തായി, അധിക ദൂരമൊന്നുമില്ല, 1/2 ഫർലോങ് കഷ്ടിച്ചേ ഉള്ളൂ. അവിടെ വരുമ്പോഴാണ് നല്ല ഒരു കൊടും വളവിൽ, ഇരുട്ടാണ്, സ്ട്രീറ്റ് ലൈറ്റും ഇല്ല, ഈ വാഹനം എന്തോ ഒരു ചെറിയ കല്ലിലോ മറ്റോ കയറിയിട്ട് സ്കിഡായി ആ നടു റോഡിൽ വീണ് എന്റെ കാലിൽ വാഹനം കടന്നിട്ട് ഒരു കാലിൽ എഴുന്നേറ്റിരുന്നുകൊണ്ട് കൈ ഉയർത്തി ഒന്ന് നിർത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ കടന്നുപോയ വാഹനങ്ങൾക്കെല്ലാം ഞാൻ കൈ ഉയർത്തി കാണിച്ചിട്ട് ഒരു കുഞ്ഞുങ്ങൾ നിർത്തിയില്ല. അപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, എപ്പോഴും ഈ ടോറസ് പോലുള്ള വലിയ ട്രക്കുകൾ ഓടിക്കൊണ്ടിരിക്കുന്ന റോഡാണ്. എന്റെ ഈ അപകടം നടന്ന് ആംബുലൻസ് വരുന്നിടം വരെ ഒറ്റ ട്രക്കുകൾ അവിടെ കടന്നു വരാനായി തീർന്നില്ല. എന്നാൽ ട്രക്ക് കടന്നു വന്നിരുന്നെങ്കിൽ വളവ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീണത്. തീർച്ചയായിട്ടും ആ വാഹനം ഓടിക്കുന്നവർക്ക് കാണുകയില്ല, വാഹനം മുകളിൽ കയറിയതിന് ശേഷമേ കാണുകയുള്ളൂ. എന്നാൽ അതിന് ദൈവം ഇടയാക്കിയില്ല. സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ മെയ് മാസം ഫസ്റ്റ് വീക്കിൽ ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യാൻ താല്പര്യപ്പെട്ടിരിക്കുന്നു. 30-ാം തീയതി ഏപ്രിൽ 30-ന് അപകടം നടന്നു. അദ്ദേഹം എന്റെ റിപ്ലൈ കാണാതെ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഹോസ്പിറ്റൽ ICUവിൽ കിടക്കുകയാണ്. ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു, പാസ്റ്ററെ ഞാൻ ഇതുപോലെ അപകടത്തിൽപ്പെട്ട് ഹോസ്പിറ്റലിലാണ്, ഡിസ്ചാർജ് ആയതിനു ശേഷം നമുക്ക് സൗകര്യം പോലെ ഒരു ദിവസം കണ്ടെത്തി ഇത് ചെയ്യാം എന്ന് പറയടയായി തീർന്നു. അതിനുശേഷം എന്റെ ഇത് പറഞ്ഞെന്നുണ്ടെങ്കിലും ആർക്കും ഇത് വിശ്വസിക്കാൻ സാധിക്കത്തില്ല. കാരണം ഒരു 2 വീലർ ഇത്രമാത്രം സീരിയസ് ആയ ഒരു കേസ് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ആരും ഇത് വിശ്വസിക്കുകയുമില്ല. എന്നാൽ അത് എങ്ങനെ മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ കാരണമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ റോഡിൽ കിടന്ന് കൈ ഉയർത്തി കാണിച്ച് ആരും നിർത്തിയില്ല. അനന്തരം ഇവിടെ കിടക്കുന്നത് അപകടമാണല്ലോ, റോഡിന്റെ നടുക്കാണല്ലോ, എങ്ങനെയെങ്കിലും റോഡിന്റെ സൈഡിലേക്ക് നീങ്ങണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ കൈകൾ വാഹനം എന്റെ കാലിൽ കിടക്കുന്നു, എങ്ങനെ ഉയർത്തണമെന്ന് എനിക്കറിയില്ല. നല്ല നീറ്റല് കാലിലും കയ്യിലും മുട്ടുകളിലും എല്ലാം ഉണ്ട്. അങ്ങനെ ഞാന് എങ്ങനോ ഒരു കൈ കൊണ്ട് ഈ വാഹനം ഉയർത്തി, വാഹനത്തിന്റെ എവിടെ പിടിച്ച ഉയർത്തുന്ന എനിക്ക് ഓർമ്മയില്ല. ദൈവദൂതന്മാർ ഇറങ്ങി വന്ന് ശക്തീകരിച്ചു എന്ന് പറഞ്ഞത് എന്റെ ജീവിതത്തിൽ അന്ന് ഞാൻ അനുഭവിച്ചു. ദൈവദൂതന്മാർ എന്നെ ശക്തീകരിച്ചു. ഒരു കൈ കൊണ്ട് വാഹനം ഉയർത്തി കാല് വലിച്ചെടുക്കുമ്പോൾ കാലിന്റെ ആ പാദത്തിന് മുകളിൽ ആ ജോയിന്റ് ഒടിഞ്ഞ് രണ്ടായിട്ട് തൂങ്ങിക്കിടക്കുകയാണ്, അസ്ഥി വെളിയിൽ വന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, എന്റെ ജീവിതത്തിൽ ബ്ലഡ് കാണുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ ഞാന് പെട്ടെന്ന് ബ്ലാക്ക് ഔട്ട് ആയി അല്പസമയത്തേക്ക് എനിക്ക് ബോധം പറയുന്ന അനുഭവമാണ്. അന്ന് വരെ എന്റെ ജീവിതത്തിൽ ഒരു ഇഞ്ചക്ഷൻ എന്റെ ശരീരത്തിൽ ഇടാൻ സാധിക്കത്തില്ല, ബ്ലഡ് എടുക്കാൻ സാധിക്കത്തില്ല, ഒരു അപകടം കാണാൻ സാധിക്കത്തില്ല. അങ്ങനെ ഞാൻ അപകടങ്ങളൊന്നും കാണാൻ പോകത്തില്ല. ഇങ്ങനെയുള്ളത് കണ്ടു കഴിഞ്ഞാൽ ഒന്നേ നോക്കത്തുള്ളൂ, പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് മാറിക്കളയും. അങ്ങനെ അനുഭവമാണ്. എന്നാൽ ആ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഈ സന്ദർഭത്തിൽ ഉണ്ടാവാതെ ഈ ഇങ്ങനെ കാൽ ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുന്നു, ധാരാളം ബ്ലഡ് ചീറ്റിക്കൊണ്ടിരിക്കുന്നു, ആംബുലൻസിൽ ബ്ലഡ്. ഇതിനിടയിൽ ആംബുലൻസിന്റെ ഡ്രൈവർ എന്നോട് ഇടയായി തീർന്നു. അപകടത്തിന് ശേഷം, മാസങ്ങൾക്ക് ശേഷം തന്നെ ഫോൺ ചെയ്തപ്പോൾ താൻ എന്നോട് പറഞ്ഞത്, അച്ഛൻ ആംബുലൻസിൽ കിടന്നുകൊണ്ട് ഫോൺ ചെയ്യുകയോ ആർക്കാരുടെയൊക്കെ മെസ്സേജ് അയക്കുകയോ ചെയ്യുന്നു, അച്ഛൻ ഇതൊന്നും അറിയുന്നില്ല. ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിയിൽ ഒരു റെയിൽവേ ഗേറ്റ് ഉണ്ട്, ആ ഗേറ്റ് ഒന്ന് തുറന്നു തരാൻ റിക്വസ്റ്റ് ചെയ്യാനെ കൊണ്ട് ഞാൻ ഇറങ്ങിയ സന്ദർഭത്തിൽ ആംബുലൻസിൽ നിന്നും ബ്ലഡ് റോഡിലോട്ട് ഒലിക്കുകയായിരുന്നെന്നാണ്. പൈപ്പിൽ നിന്ന് വെള്ളം ചീറ്റുന്നതിൽ ഒലിക്കുകയായിരുന്ന താൻ പറഞ്ഞ വാചകമാണ്, എന്റെ വാചകമല്ല. ഇടയായി തീർന്നത്. ഞാൻ അനേക രോഗികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇങ്ങനെ ബ്ലഡ് പോകുന്ന ഒരനുഭവം ഉണ്ടായിട്ടില്ല, പോരെങ്കിൽ ഇങ്ങനെ ഒരു ഒറ്റ മുറിവില്ല എന്ന് ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഇത്രമാത്രം ബ്ലഡും പോകുവാൻ ഇടയായി തീർന്നു എങ്കിലും 2 ഓപ്പറേഷൻ എന്റെ കാലിൽ ചെയ്യുവാൻ ഇടയായി തീർന്നു. പ്ലേറ്റ് ഇട്ടിട്ടുണ്ട്, സ്ക്രൂ ഇട്ടിട്ടുണ്ട്, 2 പ്രാവശ്യമായിട്ട്. അതായത് മെയ് 1-ാം തീയതി, മെയ് 7-ാം തീയതി ഓപ്പറേഷൻ ചെയ്ത് ഇവിടെയായി തീർന്നു. ഈ സന്ദർഭത്തിൽ ഒരു തുള്ളി ബ്ലഡ് വെളിയിൽ നിന്ന് സ്വീകരിപ്പാൻ എന്റെ ദൈവം അനുവദിച്ചിട്ടില്ല. സ്തോത്രം. തനിയല്ല, എത്രമാത്രം ഇഞ്ചക്ഷൻ ശരീരത്തിൽ ചെയ്തു, ബ്ലഡ് എത്ര പ്രാവശ്യം എടുത്തു, അതുപോലെ എക്സ്റേ എടുക്കാൻ ഇൻട്രാക്കകത്ത് ഇടുന്നു. ഈ സന്ദർഭത്തിൽ മുൻകാലങ്ങൾ ഉണ്ടായതുപോലെ ഒരു
ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായില്ല. അതായത് ഞാൻ പറഞ്ഞല്ലോ ബ്ലാക്ക് ഔട്ട് ആവും, അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാനിടയായി തരുന്നില്ല. അതെന്റെ ജീവിതത്തിൽ നിന്ന് മാറി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ മടങ്ങി വരട്ടെ. അങ്ങനെ ഈ റോഡിൽ ഞാൻ സൈഡിലേക്ക് നീങ്ങാമെന്ന് ഓർത്ത് കൈ റോഡിൽ കുത്തിക്കൊണ്ട് നിരങ്ങി, എന്തായാലും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ല, കാൽ ഒടിഞ്ഞു കിടക്കുകയാണല്ലോ, നിരങ്ങി സൈഡിലേക്ക് പോകാമെന്ന് ആഗ്രഹിച്ച് കൈ നിലത്ത് കുത്തുകയും അപ്പോഴാണ് മനസ്സിലാകുന്ന രണ്ട് കൈയിലും, ഒരു കൈയുടെ വെള്ളയ്ക്കും മറ്റു കൈയുടെ വെള്ളയുടെ താഴെയും അതികഠിനമായ മുറിവ് ഉണ്ടായിട്ട് മുറിവിൽ കൂടി ബ്ലഡ് ചീറ്റിയാണ് ആ കൈ നിലത്ത് കുത്താൻ സാധിക്കുന്നില്ല. എങ്കിലും ഞാൻ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് സൈഡിലേക്ക് നിരങ്ങി നീങ്ങാൻ ശ്രമിക്കുമ്പോൾ ഒരു മാന്യ സഹോദരൻ, ഒരു ഹിന്ദു പയ്യനാണ്, താൻ ടൂ വീലർ അതുവഴി പാസ് ചെയ്യുകയായിരുന്നു. ടൂ വീലർ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് മടങ്ങി വന്ന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുപോലെയാണ്, കല്ലിൽ കയറി ഞാൻ വീണതാണ്, തനിയെ വീണതാണ്, മറ്റു വാഹനം ഇടിച്ചിട്ടതാണെന്നാണ് ഇവരുടെയൊക്കെ സംശയം, ഇതുകൊണ്ടാണ് ആരും നിർത്താതെ പോയത് എന്ന് എനിക്ക് മനസ്സിലായി. താൻ അവസാനം എവിടെയാ വീടെന്ന് ചോദിച്ചപ്പോൾ തൊട്ടടുത്താണ്, ഈ കയറ്റം കയറി ചെല്ലുന്നിടത്താ പറയാനും. അന്നേരം താൻ പെട്ടെന്ന് ഫോൺ എടുത്ത് ഫോൺ ചെയ്യുന്നു. ഞാൻ ചോദിച്ചു ആരെയാണ് വിളിക്കുന്നത് ചോദിച്ചപ്പോൾ ആംബുലൻസ് ആണെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ജംഗ്ഷനിൽ തന്നെയുള്ള ആംബുലൻസ് ആയിരുന്നു. അങ്ങനെ ആംബുലൻസ് വരുന്നതിന് മുൻപ് തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് എന്റെ ഫോൺ നോക്കിയെടുത്ത് എന്റെ ഞാൻ കിടക്കുന്ന അപകടം നടന്ന സ്ഥാനത്തിന് അടുത്ത് തന്നെ ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു സഹോദരൻ താമസമുണ്ട്, സജി എന്ന് പറയുന്ന ഒരു സഹോദരൻ. തനിക്ക് ഒരു ഓട്ടോറിക്ഷയുണ്ട്. തന്നെ വിളിക്കുന്നതിനും അനന്തരം എന്റെ പ്രിയപ്പെട്ടവളെ ഫോണിൽ വിളിക്കുന്നതിനിടയായി തീർന്നു. ആ പ്രിയപ്പെട്ടവളെ ഫോണിൽ വിളിക്കുന്ന രംഗമാണ് ആ വീഡിയോ, ആ ആംബുലൻസ് വിളിച്ച ആ മാന്യ സഹോദരൻ എടുത്ത വീഡിയോ. അതാണ് ഞാൻ പാസ്റ്റർക്ക് അയച്ചു തന്നത്. അതിപ്പോ പബ്ലിക്കിൽ ഇടുന്നതിൽ പലർക്കും കാണാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അത് ഇടുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ആർക്കെങ്കിലും പേഴ്സണലായിട്ട് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, മടങ്ങി വരട്ടെ. എനിക്കൊന്ന് പാസ്റ്റർ, ഞാൻ അതിന്റെ ആ കളർ മാറ്റി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഇട്ടാൽ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ ബ്ലഡൊക്കെ അങ്ങനെ കളർ മാറ്റി വേണമെങ്കിൽ ഇടാം. എനിവേ, പാസ്റ്റർ നിലത്ത് വീണ് കിടക്കുകയാണ്, തലയിൽ ഹെൽമെറ്റ് ഉണ്ട്. ആ സമയത്താണ് പാസ്റ്റർ ഫോൺ ചെയ്യുന്നത്. റോഡിൽ തന്നെ കിടന്നുകൊണ്ടാണ് ഫോൺ ചെയ്യുന്നത്. അവിടെയാ പാസ്റ്റർ പറഞ്ഞത്, സാധാരണ ബ്ലഡ് കണ്ടാൽ ഉടനെ ബോധക്ഷയം വരുന്ന പാസ്റ്റർക്ക് അന്ന് അങ്ങനെ സംഭവിച്ചില്ല. ദൈവം ആ പ്രസൻസ് ഓഫ് മൈൻഡ് തന്നു, അങ്ങനെ ഫോൺ ചെയ്യാനൊക്കെ ഇടയായി തീർന്നു. അതെ അതെ, അപ്പൊ കണ്ടിന്യൂ ചെയ്യാമല്ലോ. അങ്ങനെ പാസ്റ്റർ പറഞ്ഞതിനോട് ചേർത്ത് പറഞ്ഞുകൊള്ളട്ടെ. ഈ ഒടിഞ്ഞ കാല്, മറ്റേ കാല് നിലത്ത് കുത്തിക്കൊണ്ട്, ഓർക്കണം കാലിൽ ചെരുപ്പ് അപ്പോഴും ഉണ്ട്, തലയിൽ ഹെൽമെറ്റ് ഉണ്ട്. ആ ഒടിഞ്ഞ കാല് മറ്റേ കാലിന്റെ മുകളിൽ എടുത്തു വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ഫോൺ ചെയ്തത്. സ്തോത്രം. അപ്പോൾ പ്രിയപ്പെട്ടവള്, ഞാൻ വൈഫിന് ഫോൺ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തന്നെ ആംബുലൻസ് എത്തിക്കഴിഞ്ഞു. ആംബുലൻസിന്റെ സൗണ്ട് ഒക്കെ അവർക്ക് ഫോണിൽ കേൾക്കാമായിരുന്നു. അപ്പൊ പ്രിയപ്പെട്ടവൾ എന്നോട് ചോദിച്ചു എന്ത് സംഭവിച്ചു, എവിടെയാന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇതുപോലാണ്, നമ്മുടെ വീടിന്റെ അടുത്താണ്, ഇത് ചെറിയൊരു അപകടം പറ്റി, ഞാൻ കൊട്ടാരക്കര ഹോസ്പിറ്റലിലോട്ട് പോകുകയാ എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു എന്ത് സംഭവിച്ചു എന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു മുറിവുണ്ട്, അതുകൊണ്ട് ഹോസ്പിറ്റലിലോട്ട് ഇന്നാര് എന്റെ കൂടെ ഉണ്ട് പറയാനിടയായി തീർന്നു. കാരണം ഇതിന്റെ കാഠിന്യം പറഞ്ഞു കഴിഞ്ഞാൽ അവര് ബുദ്ധിമുട്ട് അനുഭവിക്കുമല്ലോ. ആയാലും അത് പറഞ്ഞു. അപ്പൊ ഹോസ്പിറ്റലിൽ വരണോ എന്ന് എന്നോട് കൂടെ വന്ന ആ സഹോദരനോട് ചോദിച്ചു. തീർച്ചയായിട്ടും വരണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, എന്റെ മാതാവുണ്ട്, മാതാവിന് 96 വയസ്സുണ്ട്, മാതാവിനുള്ള ആഹാരം ഒന്നും റെഡിയാക്കിയിട്ടില്ല, എന്റെ ഇളയ മകൻ ഇവിടെ ഉണ്ട്, ഒന്നും റെഡിയാക്കിയിട്ടില്ല. താൻ പെട്ടെന്ന് ആഹാരങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. പെട്ടെന്ന് റെഡിയാക്കിയിട്ട് അയൽപക്കത്തുള്ള ഒരു സഹോദരിയുടെ, ഞങ്ങളുടെ ചർച്ചിൽ തന്നെയുള്ള സഹോദരിയുടെ വാഹനത്തിൽ ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് ഏതാണ്ട് ഡ്രസ്സിംഗ് ഒക്കെ, താൽക്കാലിക ടെമ്പററി ഡ്രസ്സിങ് ഏതാണ്ട് അവസാനിച്ചു. എന്നാൽ അവിടെ ചെന്ന അവസരത്തിൽ ആ ഡ്രസ്സ് ചെയ്യാൻ വന്ന ഡോക്ടർ തന്നെ ഒരു വീഡിയോ എടുത്തു. ആ വീഡിയോ ആണ് രണ്ടാമത് ഞാൻ ഇട്ടത്. ആ വീഡിയോ പ്രിയപ്പെട്ടവളെ കാണിക്കയിടയായി തീർന്നു. അപ്പോഴാണ് അതിന്റെ കാഠിന്യം തനിക്ക് മനസ്സിലാവുന്നത്. അനന്തരം റൂമിൽ വിട്ടു. പിറ്റേന്ന് ഫസ്റ്റ് ഓപ്പറേഷൻ കഴിഞ്ഞു. പിന്നെ ഇന്റേണൽ ആയിട്ടുള്ളതായ ഈ കമ്പികളൊക്കെ ഇട്ട് എന്നെ അവിടെ കിടത്തുന്നതിന് 7 ദിവസത്തിന് ശേഷം രണ്ടാമത്തെ ഓപ്പറേഷൻ ചെയ്യുന്നതിന് ഇടയായി തീർന്നു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇത്തരണത്തിലൊന്നും ഒരു തുള്ളി ബ്ലഡ് എങ്ങൊന്നും സ്വീകരിക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തില്ല. സ്തോത്രം. എന്നാൽ മാനുഷികമായ നിലയ്ക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എന്നുണ്ടെങ്കിലും പലരും ഇത് കണ്ടിട്ട് പല രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി. പലരും പറഞ്ഞത് ധൈര്യം
പാസ്റ്ററുടെ ധൈര്യം അപാരം തന്നെ, സമ്മതിച്ചിരിക്കുന്നു എന്ന് പറയവിടെ. ഞാൻ പറഞ്ഞു, ഞാൻ അല്പം പോലും ധൈര്യമുള്ളവനല്ല, നിങ്ങളുടെ അത്രയും പോലും ധൈര്യമില്ല, ഒരു കൊച്ചു കുഞ്ഞിന്റെ ധൈര്യം പോലും എനിക്കില്ല. എന്നാൽ എനിക്ക് എങ്ങനെ ആ ധൈര്യം കിട്ടിയെന്ന് എനിക്കറിയില്ല. ദൈവദൂതന്മാർ എന്നെ ബലപ്പെടുത്തി, ദൈവം എന്നെ ധൈര്യപ്പെടുത്തി. ഇല്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല, ഞാൻ സീറോ ആണെന്ന് പറയപ്പെടായി തീർന്നു. സ്തോത്രം. അതെ ദൈവങ്ങളെ, ഞാൻ പറഞ്ഞ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ധൈര്യമോ നമ്മുടെ ഉറപ്പോ ഒന്നും ചില അവസരത്തിൽ ഒന്നുമല്ല, അത് വെറും സീറോ ആണ്. ദൈവം ധൈര്യപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് നിൽക്കുവാൻ സാധ്യമാകുകയുള്ളൂ. വിശേഷിച്ച് നമ്മൾ ആത്മീയമായ വിഷയത്തിൽ ഞാൻ മുന്നോട്ട് പോകട്ടെ. അപ്പോ പലരും ഇങ്ങനെ പലതും പറഞ്ഞു, എന്നെ ഏതാണ്ട് വലിയ ധൈര്യശാലിയായിട്ട് മറ്റും മുദ്ര കുത്തി. എന്നാൽ ഞങ്ങളുടെ സഭയിൽ ഇവിടുത്തെ ലോക്കൽ ശുശ്രൂഷൻ മാത്രം ഇങ്ങനെ പറയുകയായി തീർന്നു, അച്ഛാ ഇത് വെറും കൃപയല്ല, അപാര അസാമാന്യ ദൈവകൃപയാണ്. ഇതില്ല എന്നുണ്ടെങ്കിൽ അച്ഛൻ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. ദൈവം ധൈര്യപ്പെടുത്തിയാണ്, ദൈവകൃപ പാർന്നാണ് താൻ പറയുകയായി തീർന്നു. വളരെ വാസ്തവമാണ്. അത് ദൈവകൃപയില്ലെങ്കിൽ ശാരീരികമായ രീതിയിലും മാനസികമായ രീതിയിലും നമുക്ക് നിന്ന് പോകാൻ സാധ്യമല്ല. അങ്ങനെ നമുക്ക് വേണ്ടുന്ന അവസരത്തിൽ ദൈവകൃപ തന്നുകൊണ്ട് നമ്മളെ മുന്നോട്ട് നയിക്കുമെന്നുള്ള രണ്ട് പക്ഷമല്ല എൻ്റെ അനുഭവം ഈ തരുണത്തിൽ ഞാൻ അതിനോട് കൂട്ടി യോജിപ്പിക്കുകയാണ്. എന്നാൽ നമ്മൾ ദൈവവചനം വിട്ട് അല്ല, ദൈവത്തെ കണ്ടുമുട്ടിരിക്കുന്ന നമ്മൾ ദൈവവചനം അറിയുന്നു എന്ന് പറയുകയും അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു എന്നുണ്ടെങ്കിൽ ദൈവം പിന്നെ ഇതിന് ഉത്തരവാദിയല്ല. ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരട്ടെ. അപ്പോൾ ഇതിൽ കൂടി എന്നെ ദൈവം അനേക കാര്യങ്ങൾ പഠിപ്പിച്ചു. ഇന്ന് ഇങ്ങന്റെ അപകടം പലരും ഇന്നും കാണുന്നവർ ചോദിക്കുന്നത്, കുഴപ്പമൊന്നുമില്ലേ, വേദനയില്ലേ, പെരുപ്പില്ലേ, പലതും ചോദിക്കാറുണ്ട്. ഞാൻ പറയണേ, എനിക്ക് ഒരു കുഴപ്പവുമില്ല. പണ്ട് ഞാൻ എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെയാണ് ഞാൻ ഇന്നും ആയിരിക്കുന്നത്. എനിക്ക് അങ്ങനൊരു ഒരു അപകടം നടന്നായിട്ട് എന്റെ മനസ്സിൽ പോലുമില്ല. എന്നാൽ ടൂ വീലറൊക്കെ ഓടിക്കുന്ന അവസരത്തിൽ, നടക്കുന്ന അവസരത്തിൽ സൂക്ഷിക്കണം. അത് കഴിവതും സൂക്ഷിക്കുന്നുണ്ട്. എങ്കിലും ദൈവത്തിന്റെ സൂക്ഷിപ്പില്ലെങ്കിൽ ഒന്നുമില്ലല്ലോ. അങ്ങനെ മുന്നോട്ട് പോകുന്നു. ദൈവകൃപയാൽ യാതൊരു ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ ദൈവം ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. കർത്താവിന്റെ മേലെയുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞ ദൈവമക്കൾ എല്ലാവരും ശ്രമിച്ചുവല്ലോ. ഏതാണ്ട് 8 വർഷക്കാലമായിട്ട് ഹരിയാന സ്റ്റേറ്റിൽ ചില ചുമതല ദൈവം ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. അത് വിശ്വസ്തയോടുകൂടി പൂർണ്ണമായ വിശ്വസ്തയോടെന്ന് പറയാൻ സാധ്യമല്ല എന്നുണ്ടെങ്കിലും അവിടെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ എൻ്റെ പ്രിയ മാതാവിനെ ശുശ്രൂഷിക്കേണ്ടതിനുള്ള ബന്ധത്തിൽ ചില നാളുകളായിട്ട് കേരളത്തിലായിരിക്കുന്നു. അപ്പോൾ തന്നെ പൊതുവായിട്ടുള്ള മീറ്റിങ്ങുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കടന്നു പോകുന്നു. ഒപ്പം എൻ്റെ പ്രവർത്തനം, എൻ്റെ ചുമതലയാണ്, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, എൻ്റെ ഒരു കൂട്ടുപ്രവർത്തകൻ അവിടെ ഉള്ള താൻ അത് വളരെ ആത്മാർത്ഥത്തോടെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് അവിടെ ഞാൻ ഇന്ന സ്ഥാനം വഹിക്കുന്നു, മറ്റവൻ മറ്റേ സ്ഥാനം വഹിക്കുന്നു എന്നുള്ള വേർകൃത്യങ്ങളൊന്നുമില്ലാതെ ദൈവം ഞങ്ങളെ ഏക മനസ്സോടെ മുന്നോട്ട് പോവാൻ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എടുത്തു പറയട്ടെ, പല സ്ഥാനങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്, ഓരോരുത്തരുടെ സ്ഥാനമാനങ്ങൾ വെച്ച് ഞാൻ അവനേക്കാൾ ഉയർന്നവൻ, മറ്റവൻ താണവൻ എന്നുള്ളൊരു ചിന്താഗതിയിൽ കൂടി കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ ആ ഒരു സ്ഥാനത്ത് മാത്രം, ഞങ്ങളുടെ സ്റ്റേറ്റിൽ മാത്രം അതൊന്നില്ല എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ പരസ്പരം ആലോചിച്ചും, നിന്റെ ജോലി നീ, എൻ്റെ ജോലി ഞാൻ ചെയ്തോളാം, നിന്റെ ജോലി ഞാൻ ചെയ്യില്ല, ഇങ്ങനെയുള്ള ഒരു വേർകൃത്യം ഒന്നുമില്ലാതെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ വളരെ സന്തോഷത്തോടെയും ആത്മാർത്ഥത്തോടും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവം ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. ദൈവമക്കളെ, അവിടുത്തെ പ്രവർത്തനത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. തുടർന്നും ഏത് രീതിയിൽ ഈ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ദൈവം എന്ത് കാട്ടിത്തരുന്നോ അതിൻ പ്രകാരം പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ തന്നെയും കേരളത്തിൽ ഹിന്ദിക്കാരുടെ ഇടയിലെ ഒരു പ്രവർത്തനം ആരംഭിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. അതിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ദൈവം ഒരു അവസരവും ഒരുക്കുന്നതനുസരിച്ച് കേരളത്തിലുള്ളതായ ഹിന്ദിക്കാരുടെ ഒരു പ്രവർത്തനം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന അതിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു പാസ്റ്ററെ. കേരളത്തിൽ തന്നെ ലക്ഷക്കണക്കിന് ഹിന്ദിക്കാർ താമസിക്കുന്നു. കഴിഞ്ഞ ദിവസം നമുക്ക് ഹിന്ദിക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന പായിപ്പാട് ഒരു കൂട്ടായ്മ ആരംഭിച്ചൊരു ദേവദാസനുമായിട്ടൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത് ലക്ഷക്കണക്കിന് 50 ലക്ഷത്തോളം ആളുകൾ കേരളത്തിലുണ്ടെന്ന ഒരു കണക്ക് പറയുന്നത്.
ഔദ്യോഗികവും അനൗദ്യോഗികവുമായിട്ടൊക്കെ അത്ര വലിയൊരു കൂട്ടം കേരളത്തിൽ വരുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ പോകുവാൻ കഴിയാത്തവർക്ക്, ഹിന്ദി അറിയാവുന്നവർക്ക് അങ്ങനെയുള്ളവരെ കോണ്ടാക്ട് ചെയ്യുവാനും കർത്താവിൻ്റെ വചനമൊക്കെ പറഞ്ഞു കൊടുക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. ചർച്ചസ് അതിന് തയ്യാറാകുന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പറഞ്ഞാലോ പാസ്റ്ററെ. പാസ്റ്റർ, ഇതിനിടയിൽ ബോംബെയിൽ വെച്ച് എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ചില അത്ഭുതങ്ങൾ പറയാനുണ്ട്. സമയം കടന്നു പോകുന്നു ഇല്ല പാസ്റ്റർക്ക് പറയാം കേട്ടോ, അല്പസമയങ്ങൾ കൂടി എടുത്ത് പറയാം, സമയമുണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവനാമ മഹത്വത്തിന് കാരണമായിട്ടുള്ളതൊന്നും സ്കിപ്പ് ചെയ്യണ്ട, സമയമുണ്ട് കേട്ടോ. അല്പസമയം മുൻപോട്ട് പോയാലും. അതുപോലെ ഈ പറഞ്ഞ അമ്മച്ചിയുമായിട്ടും ടി.ജി. ഉമ്മച്ചനപ്പച്ചനുമായിട്ടും ഒക്കെയുള്ള ഓർമ്മകളിലെ അനുഭവങ്ങളൊക്കെ കേൾക്കാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഓക്കെ, തീർച്ചയായും. അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പച്ചനുള്ള ബന്ധത്തിൽ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷ്യത്തിലേക്ക് മടങ്ങി വരാം. ഓക്കെ, എന്റെ പ്രിയ വല്യപ്പച്ചൻ പാസ്റ്റർ ടി.ജി. ഉമ്മൻ, ഞാനിങ്ങനെ പ്രായം ചെന്നൽപ്പം രോഗാവസ്ഥയിലായിരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ഒരിക്കൽ തന്നെ കാണുവാനായിട്ട് തന്റെ ഭവനത്തിൽ കടന്നു ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, മോനെ നീ തിരിച്ച് ഏത് വഴിയാ പോകുന്നത്, ചന്തയിൽ കൂടാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആണ് അപ്പച്ചാന്ന് പറഞ്ഞു. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ബാങ്കിൽ വരെ പോകണം, എന്നെ അവിടെ വരെ ഒന്ന് ആക്കണം, എന്നെ എന്നിട്ട് തിരിച്ചുകൊണ്ട് വീട്ടിലാക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ചെയ്യാം. അങ്ങനെ ഞാൻ എൻ്റെ അപ്പച്ചന്റെ കൈയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ താൻ താമസിക്കുന്ന ഭവനവും മെയിൻ റോഡുമായിട്ട്, അതായത് വാഹനം ഓടുന്ന മെയിൻ റോഡ്, കായംകുളം പുനലൂർ റോഡുമായിട്ട് ഏകദേശം 1 കിലോമീറ്ററോളം ദൂരമുണ്ട്. അന്നത്തെ കാലത്ത്, ഇത് എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ, താന് കർത്തൃസന്നിധിയിൽ പ്രവേശിക്കുന്ന 1985-ലാണ്. അതിനു മുൻപ് 83-ലോ 84-ലോ ഉള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അന്ന് ഞങ്ങളുടെ ആ ഏരിയയിലൊന്നും ഇങ്ങനെയുള്ള ചെറു റോഡിൽ കൂടി പോകാൻ ഉള്ള യാതൊരു സൗകര്യമില്ല. ബസ്സില്ല, ഓട്ടോറിക്ഷയില്ല, ഒന്നുമില്ല. പത്തനാപുരം സിറ്റിയിൽ പോലും ഒരു ഓട്ടോറിക്ഷയില്ല. അങ്ങനെ അവസ്ഥ. അതുകൊണ്ട് നടന്നു വരുവാനേ സാധിക്കത്തുള്ളൂ. അങ്ങനെ തന്റെ കൈ പിടിച്ച് നടന്നു വരുമ്പോൾ പകുതി വഴി വന്നപ്പോൾ എന്നോട് പറയുകയാണ്, മോനെ എനിക്ക് വയ്യാടാ, ഞാൻ മടങ്ങി പോവുകയാണ്, എന്നെ കൂടി തിരിച്ചു വീട്ടിൽ വിടാൻ പറഞ്ഞു. അങ്ങനെ തിരിച്ച് ഞാൻ തന്നെ കൊണ്ട് മടങ്ങി പോകുമ്പോൾ ഞാൻ ചോദിച്ചു, അപ്പച്ചാ ഇത്രയും ദൂരമല്ല ഉള്ളൂ ഇനി പത്തനാപുരം വരെ ബാങ്ക് വരെ പോകാന്, അപ്പൊ പിന്നെ ഈ തിരിച്ചു വീട്ടിൽ പോകുന്ന അത്രയും ദൂരം അങ്ങ് പോയാൽ മതിയായിരുന്നല്ലോ, എന്തിനാണ് മടങ്ങി പോകുന്നത് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, എടാ മണ്ടച്ചാരെ, ഈ അവിടെ വരെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഇരട്ടി തിരിച്ചു വരണ്ടായോടാ എന്ന് ചോദിച്ചാൽ എന്നെ ഇങ്ങനെ ഒരു ശാസ്ത്ര രൂപത്തിൽ ഇങ്ങനെ പറയുന്നത്, നിനക്കൊന്നും ബുദ്ധിയില്ലേ എന്നുള്ള രീതിയിൽ. അപ്പച്ചന്റെ കാര്യം പാസ്റ്റർ തന്നെ ആദ്യം പറഞ്ഞല്ലോ, പെന്തക്കോസ്തിലെ ഒരു അതികായൻ, അത് കാഴ്ചയിലും തന്റെ സംസാരത്തിലും എല്ലാം അങ്ങനെ തന്നെയായിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഓക്കെ, അങ്ങനെ മടങ്ങി വരുമ്പോൾ ഇങ്ങനെ ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ എന്നോട് അങ്ങനെ ആൻസർ പറയുവാനും ഇടയായി തീർന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പച്ച എന്നാ പിന്നെ അപ്പച്ചനൊരു 4 വീലർ എടുത്തുകൂടായോ? കാരണം നമ്മുടെ പ്രസ്ഥാനത്തിലുള്ള ഇന്നാരൊക്കെ 4 വീലറുമായിട്ട് അവരതിലാണല്ലോ യാത്ര ചെയ്യുന്ന. ഇങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് 4 വീലർ യാത്ര ചെയ്യാമല്ലോ. താന് ഒരു ചിരി, തന്റെ സ്വതസിദ്ധമായ ഒരു ചിരിയുണ്ട്, ചിരി ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു, എടാ ഞാൻ വിചാരിച്ചാൽ ഒരു 4 വീലർ എടുക്കാം, എന്നാ അതിന്റെ പുറകിൽ വരുന്ന ബുദ്ധിമുട്ട് നിനക്കറിയാമോ? ഒരു പക്ഷെ അത് ഓടിക്കുന്നത് വിശ്വാസിയായിരിക്കാം, അവിശ്വാസിയായിരിക്കാം. അവൻ എന്തായാലും ഒരു ആവശ്യത്തിന് എന്നോട് പണം ആവശ്യപ്പെടുമ്പോൾ ഒരു പക്ഷെ അന്നേരം എൻ്റെ കയ്യിൽ പണം കാണില്ല. ഞാൻ എൻ്റെ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അതിന്റെ വാശി തീർക്കാനെ കൊണ്ട് എന്തെങ്കിലും രീതിയിൽ വാഹനം കൊണ്ട് ഇടിപ്പിക്കുകയോ എന്തെങ്കിലും കേടുപാട് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു തലവേദനയായിട്ട് മാറും. അത് പലപ്പോഴും എനിക്ക് മീറ്റിങ്ങിന് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലായിട്ട് മാറും. അപ്പോൾ ഞാൻ വീണ്ടും എടുത്ത് ചോദിച്ചു, അങ്ങനെ എന്നിട്ട് അപ്പച്ച ഇന്നാര് അവരുടെ വാഹനം ഓടിക്കുന്ന അവിശ്വാസികളാണല്ലോ, അവരുടെ കാര്യമോ? അപ്പോൾ അപ്പച്ചൻ പറഞ്ഞത്, എനിക്ക് അവരുടെ കാര്യമൊന്നും അറിയണ്ട, ഞാനും ദൈവവുമായിട്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ പോയിന്റിലേക്കാണ് ഞാൻ കൊണ്ടുവരുന്നത്. താൻ പറഞ്ഞ തന്റെ ആ തീരുമാനം, അതാണ് കർക്കശക്കാരനായിരുന്നു താൻ പറഞ്ഞത്. ദൈവസന്നിധി ഞാൻ ഇനി തീരുമാനം എടുത്തിട്ടുണ്ട്, എന്റെ സ്വന്തം ഇഷ്ടത്തിനായിട്ട് ദൈവനാമത്തിൽ കിട്ടുന്നതായ സാമ്പത്തികം
ഞാൻ ദുരുപയോഗം ചെയ്യത്തില്ല എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അപ്പച്ച അതെങ്ങനെ ദുരുപയോഗമാവുന്നത്? ഇതിൽ കൂടി ദൈവനാമം മഹത്വം എടുക്കത്തല്ല ഉള്ളോ? ഇതിൽ നമുക്ക് കർത്താവിന്റെ വേലയ്ക്കായിട്ട് അപ്പച്ചൻ പോകുന്ന സ്ഥാനത്തൊക്കെ ബൈബിൾ സ്കൂളുകളിലും മറ്റുള്ള കൺവെൻഷനും ഒക്കെ പോകാൻ അത് സമയത്ത് എത്തിച്ചേരാൻ സാധിക്കത്തില്ല എന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞത്, എടാ ലൈൻ ബസ് ഉണ്ടടാ, എനിക്ക് ആരോഗ്യം ഉള്ളിടത്തോളം അതിൽ പോവും, ഇല്ലാത്തപ്പോ ദൈവം നോക്കിക്കോളും എന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മറിച്ച് ഇന്ന് നമ്മുടെ ചുറ്റുപാടിലേക്ക് കണ്ണോടിച്ചോ, ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, എങ്ങനെയും മറ്റുള്ളവരുടെ മുന്നിൽ സാമ്പത്തികമായ നിലയിൽ, ഭൗതികമായ നിലയിൽ തല ഉയർത്തി നിൽക്കണം. മറ്റുള്ളവരുടെ അംബാസഡർ എങ്കിൽ എനിക്ക് വില കൂടിയ ടൊയോട്ട, BMW, ഓടി, കഴിയുമെങ്കിൽ ഏറ്റവും വില കൂടിയ ലംബോർഗിനി തുടങ്ങിയ വാഹനങ്ങൾ ഉണ്ടല്ലോ, കിട്ടിയാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹത്തിൽ മത്സരിച്ച് പണമുണ്ടാക്കാനായിട്ട് നെട്ടോട്ടം ഓടുന്ന അവസരത്തിൽ ദൈവവേല ചെയ്ത് കിട്ടുന്ന പണം, അധ്വാനിച്ച് കിട്ടും, മറ്റു രീതിയിൽ അധ്വാനിച്ചിട്ട് ജോലി ചെയ്ത് അധ്വാനിച്ച് കിട്ടുന്നതല്ല, ദൈവവേല ചെയ്ത് കിട്ടുന്ന പണം പോലും ദുർവിനിയോഗം ചെയ്യുന്ന അവസരത്തിൽ ഇങ്ങനെയുള്ള പിതാക്കന്മാര് ഇന്ന് വളരെ കുറവാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ളവരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. അങ്ങനെയുള്ള പഴയ പിതാക്കന്മാരുടെ പാത പിന്തുടർന്നുകൊണ്ട് പോകുവാനായിട്ട് ദൈവം നമ്മൾക്ക് ഇവിടെയാക്കി തീർക്കട്ടെ. ഞാൻ ഈ പറഞ്ഞത് കൊണ്ട് ആർക്കും ഒരു വ്യത്യാസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ചെയ്യുന്നവർക്ക്. എന്നാൽ ചിലരെങ്കിലും തിരിഞ്ഞ് ഇതിപ്പോ ഇടയായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ ബോംബെയിലെ ചില അനുഭവങ്ങളിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുകയാണ്. ഞാന് പറഞ്ഞല്ലോ, 83, 86 കാലങ്ങളിൽ ഞാൻ മുംബൈയിലായിരിക്കുന്ന അവസരത്തിൽ ഒരിക്കൽ ഇതുപോലെ ജോലിയില്ലാതെ, 1 മാസം ജോലിയില്ലാതെ ഭാരപ്പെട്ടു. വാടക കൊടുക്കാൻ നിവൃത്തിയില്ല. എന്റെ ഓർമ്മ ശരിയെങ്കിൽ അന്ന് 150 രൂപ മതി വാടക. 83, 84 കാലയളവിലെ കാര്യമായി പറയുന്നത്. അന്ന് ബോംബെയിൽ വിക്രോളിലാണ് ഞാൻ താമസം, ടാഗോർന്നാണ്. അങ്ങനെ ഇന്ന് വാടക കൊടുത്തില്ലെങ്കിൽ റൂമിൽ നിന്ന് ഇറക്കി വിടും എന്ന് ഞങ്ങളുടെ മക്കാൻ മാലിക്, ഹൗസ് ഓണർ, പറഞ്ഞ സ്ഥാനത്ത് യാതൊരു നിവൃത്തിയില്ല, എന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ വയ്യാതെ. എന്നാൽ എൻ്റെ ഒരു സുഹൃത്ത് ചെമ്പൂരിൽ താമസമുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അല്പം പൈസ ആവശ്യപ്പെടാം എന്ന് ചിന്തിച്ച് ഞാൻ ഇങ്ങനെ ബസ് കയറി അവിടെ ചെന്ന് ഇറങ്ങിയതിന് ശേഷം ചെമ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ ഓവർ ബ്രിഡ്ജിന്റെ കീഴിൽ കൂടി, റെയിൽവേ ലൈനിന്റെ സൈഡിൽ കൂടി ഞാൻ ഇങ്ങനെ തന്റെ റൂമിലേക്ക് നടന്നു പോകുകയാണ്. നടന്നു പോകുമ്പോൾ ഇങ്ങനെ ഈ വേസ്റ്റുകൾ കൂട്ടിയിട്ടിരിക്കുന്ന അതിന്റെ സൈഡിൽ കൂടിയാണ് നടന്നു പോകേണ്ടത്. ഈ വേസ്റ്റുകളൊക്കെ ചില റോഡിലേക്ക് ഇങ്ങനെ ചിതറിക്കിടപ്പുണ്ട്. ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എന്റെ കാല് എന്തോ ഒന്നിൽ ചവിട്ടി. ഒരല്പ കട്ടിയായിട്ടുള്ള എന്തോ ആണ്. ഇതെന്തോ ആണെന്ന് അറിയാനെ കൊണ്ട് ഞാൻ ഇങ്ങനെ കാലം കൊണ്ടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് തട്ടി നോക്കിയപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മാസങ്ങളായെന്ന് തോന്നും, ഒരു ചെറിയ ഒരു പേഴ്സാണ്. വളരെ വികൃതമായ രീതി, അത് അഴുക്ക് പിടിച്ച് ആരും തൊടാൻ ആഗ്രഹിക്കുന്നില്ല, അതേ രീതിയിലുള്ള ഒരു പേഴ്സ്, ഒരു ലേഡീസ് പേഴ്സാണ്. ഞാൻ തട്ടിയെടുത്തു. അപ്പോൾ ബോംബെയിൽ ഒരു സ്റ്റൈലുണ്ടല്ലോ, ഈ ചില കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാര്, പിള്ളേര് റോഡ് സൈഡിൽ എന്തെങ്കിലുമൊക്കെ ഇട്ടതിന് ശേഷം അതിൽ നൂൽക്കമ്പി കെട്ടിയിട്ട് ദൂരെ ഇരുന്നിട്ട് ഇങ്ങനെ റോഡിലിട്ടിട്ട് നമ്മളത് എടുക്കാൻ കുനിയുമ്പോൾ അത് വലിച്ചിട്ട് നമ്മളെ കളിയാക്കി കൈ കൊട്ടി ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഇതാണ് ധരിച്ച് ഞാൻ അല്പം 2-3 പ്രാവശ്യം കാലുകൊണ്ട് തട്ടി മുന്നോട്ട് അത് വിട്ടതിന് ശേഷം ചുറ്റുപാടുകൾ ഏറി കണ്ടിട്ട് നോക്കിയപ്പോ ആരുമില്ല. അപ്പൊ ആരും കളിയാക്കാൻ ഇട്ടതല്ലെന്ന് എനിക്ക് മനസ്സിലായിട്ട് ഞാനത് കൈകൊണ്ട് അങ്ങ് എടുത്തു. എന്റെ പാസ്റ്ററെ അത് കണ്ടു കഴിഞ്ഞാൽ ആരും തൊടുകയില്ല. ഞാൻ എങ്ങനെ എടുത്തു എന്നെനിക്ക് അറിയില്ല, എന്തിനെടുത്തു എന്ന് എനിക്കറിയില്ല. എടുത്തതിന് ശേഷം ഞാനതൊന്നും ചെയ്യാതെ അത് കയ്യിൽ എൻ്റെ കയ്യിൽ ഒരു ടവലുണ്ട്, ടവലിനുള്ളിൽ അത് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരന്റെ റൂമിന്റെ അടുത്ത് ആരും കാണാത്ത ഒരു ഭാഗത്ത് ചെന്നിട്ട് പയ്യെ അതിന്റെ സിബ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുകയും പടപട വെട്ടിത്തിളങ്ങുന്ന 5 രൂപയുടെ നോട്ടുകൾ എത്ര ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. ഞാനത് സിബ് ഇട്ട് കൈയൊക്കെ കഴിയതിന് ശേഷം എൻ്റെ കൂട്ടുകാരുടെ റൂമിൽ ചെന്നപ്പോൾ ആ റൂം ലോക്കാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ദൈവം ഒരുക്കിയ വഴിയാണ്. ഞാൻ മടങ്ങി വന്ന് തൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഈ പൈസ
എടുത്ത് എണ്ണി നോക്കിയപ്പോൾ എത്ര രൂപ എനിക്ക് വാടക കൊടുക്കുന്നുണ്ടോ അത്രയും പണം കറക്റ്റിന് അതിനകത്തുണ്ട്. അങ്ങനെ അത് റൂമിൽ കടന്നു ചെന്ന് അത് കൊടുത്ത് ആ റൂമിൽ കണ്ടിന്യൂ ചെയ്യാനിടയായി തീർന്നു. അങ്ങനെ അനേക അത്ഭുതങ്ങൾ, അനേക അത്ഭുതങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, ആഹാരമില്ലാത്ത സ്ഥാനത്ത് ദൈവം ആഹാരം നൽകി തന്നു മാനിച്ചു. സാമ്പത്തികമില്ലാത്ത സ്ഥാനത്ത് ഇങ്ങനെ ദൈവം പ്രവർത്തിച്ചു. 1996 ആദ്യം ഞാൻ സൗദി അറേബ്യയിൽ എത്തുന്നത് ജോലിയുള്ള ബന്ധത്തിൽ. അന്ന് ഞാൻ ബോംബെയിൽ നിന്ന് ഫ്ലൈറ്റ് കയറുമ്പോൾ എൻ്റെ കയ്യിലൊരു ബൈബിൾ ഉണ്ടായിരുന്നു. മലയാളിയായിരുന്നു എൻ്റെ ഏജന്റ്. അദ്ദേഹം പറയിടയായി തീർന്നു, ബൈബിളുമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ കയറ്റി വിടത്തില്ല. ഇവിടെ നിന്ന് കയറിപ്പോയാലും അവിടെ ചെല്ലുമ്പോൾ, എയർപോർട്ടിൽ ചെല്ലുമ്പോൾ അവരതെടുത്ത് കളയും. അത് നമ്മളെ കൊണ്ട് തന്നെ അത് ഒന്നുകിൽ വലിച്ചു കയറാൻ പറയും, അല്ലെങ്കിൽ അതിന്റെ മുകളിൽ കയറി നിൽക്കാൻ പറയും. ചിലപ്പോൾ നമ്മളെ കൊണ്ട് തുപ്പിക്കും, അതിന്റെ മുകളിൽ തുപ്പാൻ പറയും. ഇങ്ങനെയുള്ള പല രീതിയിലുള്ളതായ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആയതുകൊണ്ട് ബൈബിള് കൊണ്ടുപോകരുതെന്ന് പറയുന്നതിനും എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ആ ബൈബിള് ഞാൻ തിരിച്ചു കൊടുത്തു ഇടയായി തീർന്നു. എന്നാൽ 93 ഞാൻ വീണ്ടും സൗദി അറേബ്യ കടന്നു പോകുന്ന സമയത്ത് ദൈവം എന്തോ എനിക്കൊരു ബുദ്ധി ഇങ്ങനെ നൽകി തന്നു. അന്ന് ഞാൻ ബോംബെയിൽ നിന്നാണ് ഫ്ലൈറ്റ് കയറുന്നത്. അവിടെ എൻ്റെ കയ്യിൽ ഒരു പഴയ ബൈബിള്, അതിന്റെ പുറംചട്ട എല്ലാം പോയതാണ്. എനിക്ക് പെട്ടെന്ന് ഒരു ബുദ്ധി തോന്നിയിട്ട് ഇതിന്റെ സൈഡിലെ ആ ചുവന്ന കളറുകളൊക്കെ അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു കൂട്ട സഹോദരൻ പ്രസ് നടത്തുന്നുണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞത് ഇതിന്റെ സൈഡെല്ലാം അദ്ദേഹം അരിഞ്ഞ് ഒരു സാധാരണ ഒരു ബുക്കിന്റെ രൂപത്തിലാക്കി തന്നു. അതിനുശേഷം പല റീഡിംഗ് ബുക്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ റീഡിംഗ് ബുക്സിന്റെ കൂട്ടത്തിൽ ഈ ബൈബിളും ഞാൻ തന്നെ സ്വയമായിട്ട് ഒന്ന് പൊതിഞ്ഞ് അതിന്റെ കൂട്ടത്തിൽ പെട്ടിയുടെ ഏറ്റവും അടിയിൽ നിരത്തിയതിന് ശേഷം എൻ്റെ തുണി അതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ഏറ്റവും മുകളിൽ അന്ന് ഞാൻ ബോംബെയിൽ നിന്ന് കുളിച്ചിട്ട് കുളിക്കാൻ ഉപയോഗിച്ചതായ തോർത്ത്, കേരളത്തിലെ വെള്ളത്തോർത്ത്, ഈ തോർത്ത് ഞാൻ അതിന് മുകളിലങ്ങ് വെച്ചു. തന്നല്ല, അതൊരു ചെറിയൊരു തോർത്തല്ലേ, അതിന്റെ കൂടെ എൻ്റെ ബനിയനും നനച്ച് അതിന്റെ മുകളിൽ ഞാനങ്ങ് നിരത്തി. അപ്പൊ വെള്ളം അടിയിലോട്ട് പോകാതിരിക്കാൻ മുകളിൽ പ്ലാസ്റ്റിക് നിരത്തി, അങ്ങനെയാണ് ചെയ്തത്. എന്നാൽ സംഭവിച്ചത് കേൾക്കണോ, റിയാദ് എയർപോർട്ടിൽ ചെന്നിറങ്ങി അവിടെ കസ്റ്റംസ് ക്ലിയറിന് വേണ്ടി അവിടെ ലൈനിൽ നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു. പല ലൈനുണ്ട്. നമുക്കറിയാമല്ലോ, അവിടെ ഇരിക്കുന്നവരെ നോക്കുമ്പോൾ അവരുടെ മുഖം നോക്കുമ്പോഴേ അറിയാമല്ലോ എങ്ങനെയുള്ളവരാണെന്ന്. അത് കണ്ടിട്ട് ഞാൻ വലിയ കുഴപ്പമില്ലെന്ന് എന്റെ മനസ്സിൽ തോന്നി ഒരു ലൈനിൽ ചെന്ന് നിന്നപ്പോൾ അവിടെ ഒന്ന് സെക്യൂരിറ്റി പോലീസുകാരൻ എന്നെ പിടിച്ച് വേറെ ലൈനിൽ കൊണ്ട് നിർത്തി. അങ്ങോട്ട് കാരണം അവിടെ ആൾ കുറവായിരുന്നു. അവിടെ കൊണ്ടു നിർത്തി. എന്റെ പാസ്റ്ററെ, ഞാൻ നോക്കുമ്പോൾ ഇദ്ദേഹം വെറും ഒരു പച്ച മലയാളത്തിൽ പറഞ്ഞ മുഷിടൻ നേരിട്ടൊരു വാക്ക് ഉപയോഗിക്കുമല്ലോ എന്നുള്ളൊരു വല്ലാത്ത ഒരു ദേഷ്യക്കാരൻ അവിടെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരോടൊക്കെ വളരെ മോശമായിട്ട് പെരുമാറുകയും അവരോട് ചോദിക്കും, പാസ്പോർട്ട് വാങ്ങിച്ചിട്ട് ചോദിക്കും, നീ മുസ്ലിം അല്ലേ? അല്ലെന്ന് പറയുന്നുണ്ട്. എന്താ മുസ്ലിം? ലേഷ് മാഫി മുസ്ലിം, എന്താ മുസ്ലിം അല്ലാത്തത് എന്ന് ചോദിക്കും. ചിലരുടെ പാസ്പോർട്ട് എടുത്ത് എറിയുകയും ചെയ്യുന്ന അനുഭവം ഉണ്ടായി. ഞാൻ എൻ്റെ ഉള്ളിൽ ഭയം വർദ്ധിക്കുകയിടയായി തീർന്നു. ദൈവമേ രക്ഷിക്കണേ, ബൈബിളിന്റെ പട്ടികത്തിരിപ്പുണ്ട്, ഇതെങ്ങനെയും സൗദി അറേബ്യ കൊണ്ട് എത്തിക്കണം. അങ്ങനെ ഈ ലൈനിൽ നിന്ന് മാറാൻ യാതൊരു മാർഗവുമില്ല. എന്നാൽ എൻ്റെ തൊട്ട് മുൻപിലുള്ള ആളിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ മോശമായ രീതിയിലാണ് തന്നെയും പരിശോധിച്ചത്. വളരെ ദേഷ്യപ്പെടുകയും ചെയ്തു. പെട്ടെന്ന് എനിക്കൊരു ബുദ്ധി തോന്നിയിട്ട് എൻ്റെ ഈ ബ്രീഫ് കേസ്, എൻ്റെ കാൽ അങ്ങോട്ട് പൊക്കി എൻ്റെ മുട്ടിന്മേൽ ഈ ബ്രീഫ് കേസ് അങ്ങോട്ട് വെച്ചിട്ട് എൻ്റെ ലോക്ക് തുറന്ന് ഈ ബ്രീഫ് കേസ് ഓപ്പൺ ചെയ്തിട്ട് ഞാനും തന്നെ ഓപ്പൺ ചെയ്ത് അദ്ദേഹത്തിന് മുന്നിലോട്ട് അങ്ങ് ചെന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ആയുസ്സിൽ നല്ലപ്പം ഉണ്ടായ ഒരു അനുഭവമായിരിക്കും ഇത്. അവർ പറഞ്ഞതിന് ശേഷമാണ് തുറക്കുന്നത്. ഇത് ഞാൻ തന്നെ അങ്ങ് തുറന്നു വെച്ചു, മുട്ടിന്മേൽ വെച്ചോട്ട്. അങ്ങോട്ട് കൊണ്ടുപോയാലും ഇദ്ദേഹം ഇതിന്റെ അകത്തോട്ട് കൈയിടുകയും കൈയൊക്കെ നനഞ്ഞു. കൈ നനയും, ഇയാളാണോ ഇപ്പൊ മുന്നോട്ട് പോകുന്നു പറഞ്ഞുകൊണ്ട് ഒന്നും ചോദിക്കാതെ പാസ്പോർട്ട് നല്ല എന്നെ പറഞ്ഞുകൂടെ തീർന്നു. അങ്ങനെ ദൈവവചനം സൗദി അറേബ്യ കൊണ്ടെത്തിക്കുക ഇടയായി തീർന്നു. അന്നത്തെ കാലമാണ്, ഓർക്കണം. അന്ന് ബൈബിൾ ആർക്കും പരസ്യമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റത്തില്ല. ബൈബിൾ കണ്ടു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ്. ഇന്ന് ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ കാര്യമാണ് ഈ പറയുന്നത്. എന്നിട്ട് ഈ ബൈബിള് ഞങ്ങളുടെ യൂണിറ്റ് കൊണ്ട് ഡെയിലി ഞാൻ എടുത്ത് വായിക്കും.
വായിക്കുമ്പോൾ എന്റെ കൂട്ടുകാരന്മാരൊക്കെ എന്നെ ഉപദേശിക്കാറുണ്ട്, എടാ സൂക്ഷിച്ചു വേണം, അപകടമാണ്. എന്നാൽ ചില ദിവസങ്ങളിൽ ഞങ്ങൾ വ്യാഴാഴ്ച ഉച്ച വരെയാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. അത് കഴിഞ്ഞിട്ട് ഈ ബൈബിളുമായിട്ട് ഞങ്ങളുടെ ആരാധന നടക്കുന്ന സ്ഥലത്ത്, റിയാദിലെ മെയിൻ ഏറിയ ബത്ത എന്ന് പറയും, ആ സ്ഥാനത്ത് കടന്നു പോയിട്ട്, അപ്പോൾ അവിടെ ഉള്ളവർ പലരും പറഞ്ഞു, ബ്രദറെ ഇത് അപകടമാണ്, വഴിക്ക് വെച്ചങ്ങനെ പിടിക്കപ്പെട്ട ഭയങ്കര ബുദ്ധിമുട്ടാവും, ആയതുകൊണ്ട് ഇങ്ങനെ കൊണ്ടു നടക്കരുതെന്ന് പറഞ്ഞു. പിൽ സമയങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞാൻ ആരാധന നടക്കുന്നിടത്ത് ആ ബൈബിളൊക്കെ വെച്ചു. അപ്പോൾ എനിക്ക് വീട്ടിൽ വായിക്കാൻ ബൈബിളില്ല, ആയതുകൊണ്ട് വീണ്ടും അത് എടുത്തുകൊണ്ട് റൂമിൽ കൊണ്ട് വെക്കുന്നതിനും, ഞാൻ മടങ്ങി വന്ന സമയത്ത് ഈ ബൈബിള് അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു കേരളക്കാരൻ തന്നെ, ഒരു കത്തോലിക്കൻ, ജോൺ എന്ന് പറയും, മലബാറുകാരനാണ്, അദ്ദേഹത്തിന് കൊടുത്തിട്ട് മടങ്ങി വരികയിടയായി തീർന്നു. എനിക്കറിയില്ല ഇന്ന് ആ ബൈബിളിന്റെ അവസ്ഥ എന്തെന്ന്. ആ ബൈബിള് അവിടെ ആ വചനമാണ്, വചനം അതിന്റെ പ്രവൃത്തി ചെയ്യും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അനേകര് ദൈവത്തെ കണ്ടുമുട്ടുന്നതിനും ദൈവത്തിൽ ആശ്രയിപ്പാനും അതിടയായി തീർന്നു എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞത്, അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയാണ് ദൈവവചനം അന്നവിടെ കൊണ്ട് എത്തിക്കാനിടയായി തീർന്നത്. നമുക്കിന്നിവിടെ സ്വാതന്ത്ര്യത്തോടുകൂടി ബൈബിൾ കൊണ്ടുനടക്കാനുള്ളതായ അനുവാദമുണ്ട്, ആരും ഒന്നും ചോദിക്കത്തില്ല. എങ്കിൽ പോലും പലപ്പോഴും നമുക്ക് ദൈവവചനവും എടുത്തുകൊണ്ട് നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പലരും അതിനെ ലജ്ജിക്കുന്നു, പലരും ഭയപ്പെടുന്നു. എന്നാൽ ആ സ്ഥാനത്ത് ദൈവം ആ സൗദി അറേബ്യയിൽ ഇങ്ങനെ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ നൽകി തന്നു. ഒരനുഭവം കൂടെ പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതുപോലെ പിടിച്ചുപറിക്കാർ എന്റെ പിറകിൽ എന്നെ ആക്രമിക്കാനായിട്ട് കടന്നു വന്ന സ്ഥാനത്ത് അവിടെ നിന്ന് ദൈവം വിടുവിച്ചു. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ ജോലി ചെയ്യുന്ന ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ശംഭൂർ വാസിനാക്ക, ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൽ നിന്നും എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു മാന്യ സഹോദരന് പെട്ടെന്ന് നാട്ടിൽ നിന്ന് ടെലഗ്രാം കടന്നു വന്നു, ഉടനെ നാട്ടിൽ ചെല്ലണം, തനിക്ക് കടന്നു പോകാൻ സാമ്പത്തികമില്ല, പെട്ടിയില്ല, ബുദ്ധിമുട്ടുന്നു. എന്റെ പെട്ടിയും കൊടുത്ത് തന്നെ ഞാൻ യാത്ര അയക്കാണ്ട് ഞങ്ങളുടെ ഈ കോളനിയിൽ നിന്നും റോഡിൽ വരെ ഏതാണ്ട് 1 കിലോമീറ്റർ ഉണ്ട് നടന്നു വരികയാണ്. നടന്നു വരുമ്പോൾ ഇതിന്റെ ഗേറ്റിന് വെളിയിൽ കുറെ ഗ്രാമക്കാർ കൂടിയിരിപ്പുണ്ട്. ഇവരവിടെ ഇരിക്കുന്ന ഞങ്ങൾ കണ്ടു എങ്കിലും ഞങ്ങൾ ശ്രദ്ധിക്കാതെ ഞങ്ങൾ കടന്നുപോയി റോഡിൽ ഇറങ്ങി, ബസ് കയറി, VT റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി അദ്ദേഹത്തെ ഞാൻ യാത്ര അയച്ചു. എന്നാൽ മടങ്ങി വന്ന് ചില ആഴ്ചകൾക്ക് ശേഷം ഞങ്ങളുടെ ആ കോളനിയിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു കൂട്ടു സഹോദരനുണ്ട്, വിശ്വാസി, പന്തളംകാരൻ, ഒരു സജിയോട് ഞാൻ ചോദിക്കട്ടെ, സജി, എത്ര നാളായി നീ ജോലിക്ക് വരുന്നത്, എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അന്നേരമാണ് ഞങ്ങൾ ഇതിന്റെ രഹസ്യം മനസ്സിലാകുന്നത്. സജി ചോദിച്ചു, അയ്യോ ബ്രദർ അറിഞ്ഞില്ലയോ സംഭവം ഒന്നും? ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ അന്ന് പോയപ്പോൾ നിങ്ങളെ അറ്റാക്ക് ചെയ്യാനെ കൊണ്ട്, ആ വെളിയിൽ നിന്ന് ഗ്രാമക്കാർ നിങ്ങളെ അറ്റാക്ക് ചെയ്യാനെ കൊണ്ട് നിങ്ങളുടെ പുറകെ കടന്നു വന്നപ്പോൾ ഞങ്ങൾ അത് കണ്ടുകൊണ്ട് അവരുടെ പുറകെ കടന്നു ചെന്ന് വഴിയിൽ വെച്ച് അവരുമായിട്ട് എതിരിട്ട് ഭയങ്കര അടിപിടി ഉണ്ടാവുന്നതിനും, എന്റെ കൂടുള്ള വേറൊരു മറാഠിയെ ഇവന്മാര് കയ്യിലിരുന്ന് ആയുധം വെച്ച് വെട്ടുവാനും ഇടയായി തീർന്നു. അവനും ഞാനും ചില ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഇതൊന്നും അറിഞ്ഞില്ലേ എന്ന് പറയാനിടയായി തീർന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, നമുക്ക് വേണ്ടി നമ്മുടെ പുറകിൽ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ നമ്മൾ അറിയില്ല, നമ്മളെ നശിപ്പിക്കാനെ കൊണ്ട് ദുഷ്ടപിശാചൻ തന്ത്രങ്ങളെ മെനയുമ്പോൾ, നമ്മുടെ പുറകെ ശത്രുക്കൾ വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ സൂക്ഷിക്കുന്ന ഒരു കരം നമുക്ക് പുറകിൽ ഈ അനേകര പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഉണ്ടെന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ രുചിച്ചെറിയാൻ ദൈവം ഇടയാക്കി തീർത്തു. അങ്ങനെ ദൈവം അവിടെ നിന്ന് രക്ഷിക്കട്ടെ. ഞാൻ ആദ്യം പറഞ്ഞ പ്രകാരം, 1 വിശപ്പ്, 2 സാമ്പത്തികമായിട്ടുള്ളതായ ബുദ്ധിമുട്ടിയ അവസരത്തിൽ ആ വിഷയത്തിൽ ദൈവം പ്രവർത്തിച്ചത്, 3 പ്രാണന് ഹാനി വരാതെ ദൈവം സൂക്ഷിച്ചത്. പത്രോസിന്റെ ലേഖനത്തിൽ 5-ാമത്തെ 7-ാം വാക്യം ഉണ്ടല്ലോ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുകയും. എൻ്റെ ഒരു പ്രധാന പ്രസംഗ വിഷയമാണത്. അതിനകത്ത് ദൈവം നമ്മുടെ പ്രാണന് വേണ്ടി കരുതുന്നവനാണ്, നമ്മുടെ ഭൗതിക വിഷയങ്ങളിൽ കരുതുന്നവനാണ്, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കരുതുന്നവനാണ്. ഈ 3 വിഷയത്തിലും ദൈവം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഈ 3 വിഷയങ്ങളാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. 3 വിഷയത്തിലും ദൈവം
നമ്മളെ ഓരോരുത്തരെയും കരുതുന്നു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് എൻ്റെ അനുഭവത്തിൽ കൂടി ഇപ്പോൾ നിങ്ങളെ ദൈവം കേൾപ്പിച്ചത്. ഈ ദൈവം എന്നേക്കും നമ്മുടെ ദൈവം, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും എന്നുള്ളതായ ആശംസയോടുകൂടി എന്റെ സാക്ഷ്യത്തിന് ഞാനിവിടെ വിരാമമിടാൻ ആഗ്രഹിക്കുകയാണ്. പാസ്റ്റർക്ക് തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. മഹാകാരുണ്യവാനും പരിശുദ്ധനുമായിട്ട് വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് നന്ദിയുള്ളവരെ തുടങ്ങി സ്തുതിക്കുന്നു. കർത്താവെ, അല്പസമയം അങ്ങയുടെ നാമമഹത്വത്തിനായിട്ട് അങ്ങയുടെ സന്നിധിയിൽ പല കാര്യങ്ങൾ അവിടെ നൽകി തന്ന അനുഭവങ്ങൾ ഷെയർ ചെയ്യുവാൻ സ്വർഗമിടയാക്കി തീർത്തു. അത് കേൾക്കുന്നവർക്ക് അത് അനുഗ്രഹവുമായി പരിണമിക്കേണ്ടതിന് വേണ്ടി വീണ്ടും പ്രാർത്ഥിച്ച് തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ തന്നെയും അവിടുത്തെ പരിശുദ്ധാത്മാവ് നൽകി തന്നതല്ലാതെ ഒന്നും അടിയൻ സംസാരിച്ചില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നു. അതെ കർത്താവെ, ഞങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായി തീരുവാൻ സ്വർഗം വീണ്ടും ഇടയാക്കി തീർക്കണമേ. കേൾവിക്കാർക്ക് ഇത് അനുഗ്രഹവുമായി പരിണമിക്കാൻ, അനേകർ ദൈവത്തെ കണ്ടുമുട്ടുവാൻ, അനേകർ ദൈവവേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുക്കുവാൻ, അനേകര് പുതിയ പ്രതിഷ്ഠയും തീരുമാനമെടുത്ത് ദൈവസ്ഥനിൽ പ്രത്യാശയോടും ധൈര്യത്തോടും കൂടെ മുന്നോട്ട് പോകാൻ സ്വർഗമിടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കർത്താവെ, അങ്ങയുടെ ഭൃത്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ആസാദി TV-യിൽ കൂടി അനേക പ്രോഗ്രാം താൻ ചെയ്യുന്നല്ലോ. ഇതിന്റെ പിറകിൽ തന്നിൽ കൂടി ചെയ്യിക്കുന്നതായ ഈ പ്രവർത്തനങ്ങളുടെ മേലെ ശത്രു പ്രവർത്തിക്കാതെ വേണം. ഇതെല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടി ആക്കി തീർക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിച്ച് തൃക്കരങ്ങളിൽ ഫലമേൽപ്പിക്കുകയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അങ്ങയുടെ ഭൃത്യനെയും ഈ പ്രവർത്തനത്തെയും വിശേഷാൽ കേൾവിക്കാരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് നിറയ്ക്കാട്ട് സ്തോത്രം. യേശു മൂലം അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേട്ട് ഒത്തിരി മാറാണമേ. അമേൻ, അമേൻ, അമേൻ. താങ്ക് യു പാസ്റ്റർ. ഇത്രയും സമയങ്ങൾ ഞങ്ങളോടൊപ്പം പാസ്റ്റർ സ്പെൻഡ് ചെയ്തതിൽ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഞാൻ പ്രേക്ഷകരോട് പറയുകയാണ്, ഈ അടുത്ത ദിവസങ്ങളിൽ മിഷണറി വർക്കുകൾ ചെയ്യുന്ന ദൈവദാസന്മാരൊക്കെ അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ അവർ പറയുന്നൊരു കൺസേൺ, സമർപ്പിതരാകുന്ന കർത്താവിൻ്റെ ദാസന്മാർ ശുശ്രൂഷയിലേക്ക് വരണം. ഇത് ഒരു വലിയ കൺസേൺ ആണ്. ദൈവമക്കൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് ചെറുപ്പക്കാർ മുന്നിലേക്ക് വരണം. ഇതൊരു വലിയ ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.